ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യത്തോടും കേൾക്കുന്ന വചനപ്രകാരം ജീവിപ്പാൻ ഉള്ള ആഗ്രഹത്തോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4 ദിവസത്തേക്കായി ക്രമീകരിച്ചിരിക്കുന്ന ഈ വേദപാഠ ക്ലാസിൻ്റെ പ്രാരംഭ ദിനത്തിൽ തന്നെ നമ്മുടെ ഗുരുവായ കർത്താവും ദൈവത്തിന് പരിശുദ്ധാത്മാവും നമ്മളോട് തിരുവചനത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തെസ്സലോനിക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. തെസ്സലോനിക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവൻ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. നമ്മുടെ വേദപാഠ ക്ലാസിൻ്റെ പൊതുവിഷയം കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്നുള്ളതാണ്. അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ ഇവിടെ ഉള്ളവരാണ് മുമ്പേ എടുക്കപ്പെടുക എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കൊച്ചി പട്ടണം സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്റർ ഉയരമേ ഉള്ളൂ. കൊല്ലം പട്ടണം 3 മീറ്റർ ഉയരത്തിലാണ്. എന്നാൽ നിങ്ങൾ പാർക്കുന്നത് ഏറെക്കുറെ 100-ലും അതിലധികം മീറ്റർ ഉയരത്തിലാണ്. കാഹളം നുരിക്കുമ്പോൾ വിശുദ്ധന്മാർ മേഘത്തിലേക്ക് പോകുമ്പോൾ എറണാകുളത്തുകാരെക്കാളും കൊല്ലത്തുകാരെക്കാളും പത്തനംതിട്ടക്കാരും നേരത്തെ മേഘത്തിലെത്തിച്ചേരും. ഒരു തമാശയുണ്ടെന്നൊന്നും അതിനെടുക്കേണ്ടതില്ല. ഈ വേദപാഠ ക്ലാസിൻ്റെ ലക്ഷ്യം അതാണ്. നിങ്ങളും ഞാനും നമ്മുടെ കർത്താവിന് വരവെങ്കിൽ മുൻപന്മാരായിരിക്കണം. അതിനാണ് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വീണ്ടും വരും എന്നുള്ളത് നാം ദീർഘവർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശവും ദൂതുമാണ്. എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത് ഒരു പരിഹാസ വിഷയമായി തീരും എന്നുള്ള പ്രവചന നിവൃത്തി പ്രകാരം ചിലർക്കെങ്കിലും ഇതെത്രയോ നാളുകൊണ്ടേ കേൾക്കുന്നു, കർത്താവിൻ്റെ വരവ് അത് നീണ്ടുപോകുമോ, ഇനി അഥവാ അത് കേവലം ഒരു സങ്കല്പമാണോ എന്നും കൂടെയും പറയുവാൻ ചിലർ തുനിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് അങ്ങനെ ദീർഘമായി പോകുമോ? നമ്മുടെ ഇടയിൽ ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തന്നോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ വരവിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കണം. അദ്ദേഹം അത് ശിരസ വഹിച്ച് എല്ലാ യോഗത്തിലും ഇതൊരു മുഖ്യ വിഷയമായിട്ടങ്ങ് പറയും. ആരാധനയായാലും വേദപാഠ ക്ലാസ്സായാലും കൺവെൻഷൻ വേദിയായിരുന്നാലും കല്യാണവേദിയായിരുന്നാലും അടക്കവേദിയായിരുന്നാലും ഇപ്പോൾ കർത്താവ് വന്നാൽ എത്ര പേര് എടുക്കപ്പെടും എന്ന ചോദ്യം ആവർത്തിക്കുമായിരുന്നു. എന്നോട് ഒരാൾ പറഞ്ഞത്, ആ പാസ്റ്റർ എന്നും അത് തന്നെ പറയുമ്പോൾ അത് കേട്ട് 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 ഞങ്ങളെയൊക്കെ ബോറടിപ്പിച്ചിട്ട് ആ പാസ്റ്റർ അങ്ങ് പോയി കർത്താവ് കൊണ്ട് വന്നിട്ടുമില്ല. ഇങ്ങനെയാണോ വിശുദ്ധന്മാർ ദൂത് പറയുമ്പോൾ നിങ്ങൾക്കും തോന്നുക? വരവിനെക്കുറിച്ച് പ്രകീർത്തിച്ച എത്രയോ ആളുകൾ അവർ മൺമറഞ്ഞു, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ അതുകൊണ്ട് വരവ് സംഭവിക്കുകയില്ല എന്നാണോ? അമ്മച്ചികരി അവറാച്ചൻ എന്നുള്ള ഒരു പഴയ പാസ്റ്റർ നമുക്കുണ്ടായിരുന്നു. താൻ ഇങ്ങനെ പറയും, കർത്താവ് എന്നോട് സംസാരിച്ചു, നീ നിൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് എന്നെ കാണും.
താൻ അത് ഇങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വരവിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണുമെന്ന്. ആകയാൽ ഞാൻ മരിക്കുന്നതിന് മുൻപേ യേശു വരും. അത് ദൃഢമായി വിശ്വസിച്ച് അതിനേറ്റ ഒരുക്കത്തോടും ജാഗരണത്തോടും കൂടെ ആ വിശുദ്ധൻ ജീവിച്ചു. എങ്കിലും താൻ മരിച്ചടക്കം ചെയ്യപ്പെട്ടു. ഞാനും ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. അന്ന് പലരും അങ്ങുമിങ്ങും ചെവിയിൽ മന്ത്രിച്ചു, ഇദ്ദേഹമല്ലേ പറഞ്ഞത് തൻ്റെ കണ്ണുകൊണ്ട് കർത്താവിനെ കാണും, തൻ്റെ ജീവകാലത്ത് വരുമെന്ന്? കർത്താവ് കള്ളം പറഞ്ഞോ? ഇദ്ദേഹത്തിന് അബദ്ധം പറ്റിയോ? ഇന്നും ആ ചോദ്യം പലരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നേക്കാം. എന്നാൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകാതെ ഒരു ചെറിയ മറുപടി. ഇവരോടെല്ലാം കർത്താവ് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. കർത്താവിൻ്റെ വരവ് അവരോടൊക്കെ സംസാരിച്ച ആ കാലയളവിൽ തന്നെ നടക്കേണ്ടിയിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീണ്ടുപോയി? ആ വിശുദ്ധന്മാരെ ഒന്നും ദൈവം പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ല. അമച്ചികരവറാച്ചൻ പാസ്റ്റർ കോട്ടയത്തിരിക്കുമ്പോൾ നമ്മുടെ മിഷനിൽ മുൻപും പിൻപും ഉണ്ടാകാത്തൊരു ആശ്ചര്യകാര്യമുണ്ടായി. 7 മണിക്ക് കിരുപെയ്തേ തേവ കിരുപെയ്തേ എന്നുള്ളതായ തമിഴ് പാട്ട് സിസ്റ്റേഴ്സ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഡെയിലി പ്രയറിന് 7 മണി സമയത്ത് അവിടെയുള്ളതായ ആ ഹാളിനുള്ളിൽ പെട്ടെന്ന് ഒരു വെളിച്ചമുണ്ടായി. ആ ബൾബ് ഫ്യൂസായി. തറയിൽ വിവിധ തരത്തിലുള്ളതായ പെയിൻറ്റുകളാൽ എഴുതിയിരിക്കുന്ന പോലെ റൗണ്ടിൽ ജീസസ് ഈസ് കമ്മിങ് സൂൺ, സൂൺ സൂൺ ബി റിപ്പൻറ്റഡ് ഇങ്ങനെ എഴുതിയിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ കർത്താവ് വന്നതാണ് എന്ന് ചിന്തിച്ചുപോയി. ആ ബഹുമാനപ്പെട്ട പാസ്റ്ററും മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന താനും ആ കാഴ്ച കണ്ടു. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ വാക്കിനെ ദൈവം ഉറപ്പിക്കുകയായിരുന്നു. എങ്കിലും അത് നീണ്ടുപോയി. അത് പ്രകൃത്യാതീതമായ ഒരു പ്രതിഭാസമായിരുന്നു. ഈ സംഭവം നടന്ന ഏറെക്കുറെ 5 ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ സ്ഥലം സന്ദർശിപ്പാനിടയായത്. 5 ദിവസത്തിന് ശേഷം ഞാൻ ചെല്ലുമ്പോൾ സിമൻ്റ് തറയിൽ പച്ച നിറത്തിൽ ഒരു ഭാഗം അവശേഷിച്ചിരുന്നു. ദിവസം പ്രതി ഇത് മാഞ്ഞില്ലാതാകുകയാണ്. 5 ദിവസത്തിന് ശേഷവും ഒരല്പം ഒരു പച്ച നിറത്തിലൊരു ഭാഗം കാണാൻ എനിക്കും ഇടയായി. പിന്നീട് അതും ഇല്ലാതായി. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വിശുദ്ധന്മാർ അരുളി ചെയ്തതൊന്നും അവാസ്തവമല്ല. അവരുടെ കാലഘട്ടത്തിന് നടക്കേണ്ടിയിരുന്നു. എങ്കിലും ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെയും എന്നെയും ഓർത്ത് ദൈവം കരുണ കാണിച്ചതുകൊണ്ടാണ് അന്ന് കർത്താവിൻ്റെ വരവ് സംഭവിക്കാതിരുന്നത്. ദൈവത്തിന് താൻ പറയുന്ന വാക്കുകളെ ഭേദഗതി ചെയ്യുവാൻ സർവാധികാരം പരമാധികാരമുണ്ട്. ദൈവം വാക്കുമാറുന്നവനല്ല, പക്ഷേ ചില തീരുമാനങ്ങൾ പ്രയോജനാർത്ഥം അതിനെ മാറ്റുന്നവനാണ്. ഉദാഹരണം, നിനവെ 40 ദിവസത്തിനകം നിർമൂലമാകുമെന്ന് പറഞ്ഞു. പക്ഷേ നിർമൂലമാകാൻ വീണ്ടും ഒരു 100 വർഷമെടുത്തു. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ മരിച്ചു പോകും, കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കോ. ആ വാക്ക് പറഞ്ഞ പ്രവാചകൻ മുറ്റത്തിറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞു, തിരിച്ചെന്ന് പറയുക, ഇപ്പോൾ മരിക്കത്തില്ല, 15 വർഷം കൊണ്ടുണ്ടെന്ന്. ദൈവത്തിന് തൻ്റെ വാക്ക് മാറ്റുവാനുള്ള പരമാധികാരമുണ്ട്. അത് എപ്പോഴും ദൈവത്തിന് നീതിയുടെയും കരുണയുടെയും മനസ്സിലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും തൻ്റെ ജനത്തോടുള്ളതായ കരുതലിൻ്റെയും ഭാഗമായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്, ഇന്നും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ഓരോ തലമുറയായി അനന്തമായി നീണ്ടു പോകുമോ? അങ്ങനെ നീണ്ടുപോകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ഈ ദിവസങ്ങളുടെ വേദപാഠ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഭാഗം ഉത്തരം പറയുവാൻ, അത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരു അന്ത്യസമയത്തേക്ക് വന്നിരിക്കുന്നുവെന്നും ആദ്യ നൂറ്റാണ്ടിനേക്കാളും പെന്തക്കോസ്തിൻ്റെ ആദ്യകാല ഉണർവ് കാലത്തെക്കാളും ഇന്ന് നാം എത്ര അടുത്തിരിക്കുന്നുവെന്ന് ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്.
നിങ്ങൾ ഡൂംസ് ഡേ ക്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. വിനാശനാൾ നാഴികമണി എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. അതായത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലുള്ള ശാസ്ത്രജ്ഞന്മാർ അവിടെ ശാസ്ത്രീയ അവലോകനത്തിൻ്റെ ലോകത്തെ അറിയിക്കുവാനായി ഒരു ബുള്ളറ്റിൻ പുറപ്പെടുവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു വാർത്താ പത്രിക. 1947 അത് ആരംഭിച്ചത്. അതിൻ്റെ ഉദ്ദേശ്യം ലോകഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിന് എത്ര നാൾ നിലനിൽപ്പുണ്ട്, ലോക ജനത ഒരു അന്ത്യം കാണുന്ന നാൾ എന്നാണ്, ലോക പ്രപഞ്ചം മുഴുവനും ഒരു നാശം കാണുന്നതിന് ഇനി എത്ര നാൾ പിടിക്കും, ഇത്യാദി കാര്യങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ആ വാർത്താപത്രിക പുറത്തിറക്കാൻ തുടങ്ങിയത്. ഈ വാർത്താപത്രികയുടെ മുൻ പേജിൽ അവർ ഒരു മുഖചിത്രം കൊടുത്തിട്ടുണ്ട്. ആ മുഖചിത്രം ഒരു ക്ലോക്കിൻ്റെ ചിത്രമാണ്. ആ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി 12 മണിയോട് അടുത്തും അതിൻ്റെ മിനിറ്റ് സൂചി കുറച്ചിപ്പുറത്തുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 12 എന്നുള്ളത് അർദ്ധരാത്രിക്ക് ഇനി എത്ര മിനിറ്റ് എന്നുള്ള അർത്ഥമാണ്. അർദ്ധരാത്രിക്കുള്ള അർത്ഥമോ ലോകാന്ത്യം. ലോകാന്ത്യത്തിന് ഇനി എത്ര നാൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര കാലമെടുക്കും എന്ന ഒരു ഏകദേശ രൂപം ലോക ജനതയ്ക്ക് നൽകാൻ വേണ്ടിയാണ് ഈ ഡൂംസ് ഡേ ക്ലോക്ക് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മിനിറ്റുകൾ എത്രയെന്ന് ക്രമീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം അണുശക്തി, പരിസ്ഥിതി, സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ ഭീഷണി ഇതിയായ കാര്യങ്ങളാണ്. 2007 ജനുവരി മാസത്തിൽ അവർ പ്രസിദ്ധീകരിച്ചതായ ഈ മാഗസിൻ്റെ മുഖചിത്രമായ ക്ലോക്കിൽ 11:53 എന്ന് കാണിച്ചിരുന്നു. അഥവാ ഇനി അർദ്ധരാത്രിക്ക് കേവലം 7 മിനിറ്റ്. അർത്ഥം ലോകാന്ത്യം അത്ര അടുത്തിരിക്കുന്നുവെന്ന്. എന്നാൽ 2008 ജനുവരിയിൽ അവരതിനെ വീണ്ടും പുതുക്കി 11:55 എന്നാക്കി വെച്ചിരിക്കുകയാണ്. അർത്ഥം മനസ്സിലായല്ലോ? ഇനി ഒരു അർദ്ധരാത്രിക്ക് കേവലം മിനിറ്റുകൾ മാത്രം. അഥവാ ലോകത്തിന് സമ്പൂർണ്ണ വിനാശം അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ള സന്ദേശമാണ് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആണെങ്കിൽ കൂടെയും ദൈവവചനം അറിയാവുന്ന നമുക്ക് അറിയാം, ലോക അന്ത്യം ഇന്നോ നാളെയോ സംഭവിക്കുകയില്ല. ഉപദേശം അറിയാവുന്നവർക്കറിയാം, ലോകാന്ത്യം ഉണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ അതിന് മുൻപ് ചില കാര്യങ്ങൾ നടക്കാനുണ്ട്. ലോകത്തെ മുഴുവനും തീയാൽ നശിപ്പിക്കും മുൻപ് ക്രിസ്തു ഈ ലോകത്തിൽ 1000 വർഷം ഭരിക്കും. അതിനു മുൻപ് ഒരു 7 വർഷം ഇവിടെ ക്രിസ്തുവിനൊരു ഭരണം ഉണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞേ ലോകാന്ത്യം നടക്കുകയുള്ളൂ. എങ്കിലും ഈ 1000ഉം 7ഉം 1007 വർഷങ്ങൾ ലോകാന്ത്യത്തിന് ചുരുങ്ങിയതുണ്ടായിരിക്കും. എങ്കിൽ തന്നെയും ഇതിനു മുൻപ് നടക്കേണ്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ്, ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടുന്നതായ സംഭവം നടന്നിരിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ അതിനി എത്ര നാൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ലോകാന്ത്യ സംഭവങ്ങളെ ഒരുവിധം വിശദാംശമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഈ ലോകത്തിലെ പീഡാകാല അനുഭവങ്ങൾ, ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ എന്തൊക്കെ സംഭവിക്കും മനുഷ്യർക്ക്, പ്രപഞ്ചത്തിന് ഒക്കെ. എന്നാൽ ഈ കാര്യങ്ങൾ ബൈബിൾ മാത്രമാണോ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ചില പറയാറുണ്ട്, വേദപുസ്തകം അതിനകത്ത് ആരൊക്കെയോ അതൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു സഭയുടെ പേര് പറയാതെ ഒരു പ്രമുഖ ക്രൈസ്തവ സഭയുടെ വക്താവിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, വേദപുസ്തകം മനുഷ്യരെഴുതി, അതിനകത്ത് കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാം, വചനമല്ല. മുമ്പേ വേദപുസ്തകത്തിറങ്ങാൻ മുമ്പേ സഭയാണ് ഉണ്ടായത്.
സഭ ഉണ്ടായിക്കഴിഞ്ഞാണ് വേദപുസ്തകം എഴുതിയത്, പൂർത്തിയാക്കിയത്. അപ്പോൾ വേദപുസ്തകത്തെക്കാൾ പൗരാണികത്വം സഭയ്ക്കുണ്ട്. ആകയാൽ ബൈബിള് പറയുന്നതിനേക്കാൾ സഭ പറയുന്നത് അനുസരിക്കേണ്ടതെന്ന്. നിങ്ങൾക്കിപ്പോൾ ഈ ഇത് പറഞ്ഞ സഭ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെയും മറ്റും നിലനിൽപ്പിന് വേണ്ടിയാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. എങ്കിലും വേദപുസ്തകം മാത്രമാണോ ലോകാന്ത്യ സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അഥവാ ദൈവം വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല ഭാവി കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ വേദപുസ്തകത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടർ വേദപുസ്തകത്തെയും മറ്റുള്ള കൃതികളെയും വിശ്വസിക്കുന്ന ഒരു കൂട്ടർ വേദപുസ്തകത്തെ ഒട്ടും വിശ്വസിക്കാതെ ഇതര കൃതികളെ ആശ്രയിക്കുന്നവർ. ലോകത്തിൽ ജനം പല വിധത്തിലുള്ള അറിവിൻ്റെ പരിമിതിയിലും മൂഢത്വത്തിലും അന്ധവിശ്വാസങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ആകയാൽ ഇങ്ങനെ ദൈവവചനത്തിൽ നിന്നും ദൂരത്ത് നിൽക്കുന്ന ഇതര മതസ്ഥരും വേദപുസ്തകത്തെ ദൈവത്തിൻ്റെ വചനമെന്ന് 100% അംഗീകരിക്കുവാൻ തങ്ങളുടെ പാരമ്പര്യം കൊണ്ടോ മറ്റു കാരണങ്ങളാലോ കഴിയാതിരിക്കുന്നവർക്കും കൂടെ അന്ത്യകാല സംഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഔദാര്യം ദൈവം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇതര ജാതികൾക്കും ഇതര മതസ്ഥർക്കും അവരുടെ ആചാര്യന്മാർക്കും അവരെഴുതിയിട്ടുള്ളതായ ഗ്രന്ഥങ്ങൾക്കും ദൈവം അല്പമായി ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിനാധാരമായൊരു വാക്യമുണ്ട്. എബ്രായർ 1:1. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു, അത് പൂർണ്ണമായിട്ടാണ്. എന്നാൽ അതിനു മുൻപ് ദൈവം ഭാഗികമായി ചില അറിവുകൾ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? പിതാക്കന്മാർക്ക് പ്രവാചകന്മാർ മുഖാന്തരം. പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ, ഓരോരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്നവർ. അവർക്ക് ഭാഗമായും വിവിധമായിട്ടും, ഇൻ ഡൈവേഴ്സ് മാനേഴ്സ്, വിവിധമായിട്ടും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹൈന്ദവ ദർശനത്തിൽ നരകത്തെക്കുറിച്ച് ഒരു വിവരണമുണ്ട്. അപ്പോൾ വേദപുസ്തകം സ്വർഗവും നരകമുണ്ട് എന്ന് ശരിയായി വിവരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വേദപുസ്തകം വായിക്കാത്തൊരു വ്യക്തിയും കൂടെ ന്യായവിധി സിംഹാസനമാകെ പോയി നിന്നാൽ അവനെ ന്യായവിധിക്കണമെങ്കിൽ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള അറിവ് അവന് കൊടുത്തിരിക്കണമല്ലോ. ആകയാൽ ആയിരിക്കാം ഹൈന്ദവ ദർശനത്തിൽ അതിനെ സംബന്ധിച്ചതായ ഒരു ശരിയായിട്ടോ വികലമായിട്ടോ അറിവ് കൊടുത്തിട്ടുണ്ട്. 100 കണക്കിന് നരകങ്ങൾ ഉണ്ടെന്നാണ്. അതിൽ പ്രധാനമായി 28 നരകങ്ങൾ, 21 വലുതും 7 ചെറുതുമായി. അപ്പോൾ ഒരാൾ ബൈബിൾ വായിച്ചില്ലെങ്കിലും ഒരുവൻ ഒരു തികഞ്ഞ ഹൈന്ദവനായിരുന്നാലും ആ ഹൈന്ദവ ദർശനത്തിൽ തന്നെ ഒരു നരകമുണ്ട്, ന്യായവിധി എന്നുള്ളതായ അറിവ് അവന് ദൈവം കൊടുത്തിരിക്കുന്നു. അങ്ങനെ എഴുതി വയ്ക്കുവാൻ ആർക്കോ ദൈവം അറിവും ചിന്തയും കൊടുത്ത് അങ്ങനെയുള്ളവരെയും കൂടെ ദൈവഭയത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം ദൈവം നടത്തിയിരിക്കുകയാണ്. അഗസ്ത്യമുനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഗസ്ത്യമുനിക്ക് തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, വെളിച്ചമായ ഒരുവൻ വരും, അവനെ വണങ്ങണം. ഈ അഗസ്ത്യമുനിയുടെ ഈ എഴുത്ത് വായിച്ചു മാത്രം യേശുവിൽ വിശ്വസിച്ചവരുണ്ട്. വെളിച്ചമായവൻ, അത് ക്രിസ്തുവിനെ കാണിക്കുന്നു, വിശ്വസിച്ചവരുണ്ട്. അപ്പോൾ അഗസ്ത്യമുനിക്ക് കൊടുത്ത ആ ചെറിയ ഒരു അറിവിൽ, അല്പമായ അറിവിൽ ക്രിസ്തുവിനെ കുറിച്ച് വരുവാനുള്ള വെളിച്ചം. ഋഗ്വേദത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഭാഗികമായ അറിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പൂർണ്ണമല്ല. വിശേഷിച്ച് പ്രജാപതി എന്നുള്ളതായ ഒരാശയം, ഋഗ്വേദത്തിൽ കാണപ്പെടുന്ന പ്രജാപതി ക്രിസ്തു അല്ല, അങ്ങനെയാണെന്ന് പലരും പ്രസംഗിക്കുവാനായിട്ട് തുനിയുന്നുണ്ട്. ആ പ്രജാപതി ക്രിസ്തു അല്ല,
പക്ഷെങ്കിൽ പ്രജാപതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വിഷയങ്ങളോട് യോജിക്കുന്നതിനാൽ പാപപരിഹാരത്തിനുള്ള യാഗം ക്രിസ്തുവാണെന്നുള്ള ഒരു അറിവ് അത് വായിക്കുന്ന ഏതോ ഒരു പരമാർത്ഥിക്കും കിട്ടത്തക്ക ഒരു ക്ലൂ ദൈവോടെ വെച്ചിരിക്കുന്നു. ഖുർആൻ മുസ്ലിംകളുടെ പാവന ഗ്രന്ഥമാണ്. ഈ ഖുർആനിൽ ഈസാ നബിക്ക് ശേഷം വന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകളെ പിൻപറ്റണമെന്നാണ്. എങ്കിലും ഞാൻ ആ വിഷയങ്ങളുടെ വളരെ വിശാലമായ കാര്യമാണെങ്കിലും അതിലേക്ക് കടക്കാതെ ചുരുക്കമായിട്ട് പറയുന്നത്, ഈസാ നബി വേറെ, മുഹമ്മദ് നബി വേറെ. മുഹമ്മദ് നബി കേവലം ഒരു മനുഷ്യനും ഈസാ നബി ദൈവമാണെന്നുള്ളതായ ആ അറിവ് അത് ഖുർആനിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കലമത്തുള്ള അഥവാ വചനം എന്നുള്ള വാക്ക് ഈസാ നബിക്ക് കൊടുത്തിരിക്കുക. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അതുപോലെ റൂഹ് അഥവാ ദൈവത്തിൻ്റെ ആത്മാവ്, സൃഷ്ടാവായവൻ, സൃഷ്ടിപ്പാൻ കഴിവുള്ളവൻ. ഖുർആനിൽ യേശുവിനെ കുറിച്ച് ശിശുവായിരിക്കുമ്പോൾ മറ്റു കുട്ടികളുമായി ചേർന്ന് കളിക്കുന്ന വേളയിൽ മണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മൂക്കിൽ ശ്വാസം ഊതി ജീവനുള്ളതായി പറപ്പിച്ചു വിട്ടുവെന്ന് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥം? ഈസാ നബിക്ക് സൃഷ്ടിപ്പാനുള്ള ശക്തി ഉണ്ട്, അവന് സൃഷ്ടാവാണ്. ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ളതായ ഒരു കന്യാസ്ത്രീയുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവരവിടെ ഉള്ളതായ ഒരു സമ്മേളനത്തിൽ ഒരു വളരെ മുതിർന്ന ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരുവന് യഥാർത്ഥ ഇസ്ലാമാകാൻ കഴിയുള്ളൂ എന്ന് വരികിലും അങ്ങനെ പരസ്യമായി പറയത്തക്കവണ്ണം ഖുർആനിൽ ക്രിസ്തു ആരാണെന്നോ അനേക ഇടങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ മാത്രം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു ഒരു ദൈവമാണ് എന്നുള്ള, അവൻ രക്ഷകനാണെന്നുള്ള അറിവ് ലഭിക്കത്തക്കവണ്ണം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എൻ്റെ വാക്കുകളെ ആ വിഷയത്തിൽ ഞാൻ ചുരുക്കുന്നു. അതായത് വേദപുസ്തകത്തിൽ മാത്രമല്ല അന്ത്യകാല സംഭവങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദൈവം തന്നെ കരുണയാൽ പലവിധമായ മതങ്ങളിൽപ്പെട്ടവരും സത്യത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സൂചന, അതിനകത്തെല്ലാം പൂർണ്ണ സത്യമുണ്ടെന്ന് പറയുകയല്ല, അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെല്ലാം ശരിയായ വിധത്തിലാണ് സമർത്ഥിക്കുകയല്ല, പക്ഷേ സത്യത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു സൂചന അവിടെയെല്ലാം ദൈവം അനുവദിച്ചിരിക്കുക. അത് എഴുതിയവർക്ക് ദൈവം അങ്ങനെ ഒരു ചിന്ത കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും അക്ഷരപ്രദമായിട്ട് അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മെക്സിക്കോയിൽ ഇന്നുമുള്ള മായൻസ് എന്നു പേരുള്ള അല്ലെങ്കിൽ മയേണുകൾ എന്നു പേരുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് ലഭിച്ച അറിവിനെ കുറിച്ച് ഒന്ന് ഓർപ്പിക്കട്ടെ. ഈ വിഭാഗം അവർ സൂര്യ ആരാധനക്കാരാണ്. അവർക്കൊരു കലണ്ടറുണ്ട്. അവരുടെ കലണ്ടറിൽ 2012 വരെ മാത്രമേ വർഷമുള്ളൂ. അഥവാ ഈ 2012 മാനവജാതിക്കും പ്രപഞ്ചത്തിനും ഒരവസാനം എന്നാണ് അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അതായത് 2012 സൂര്യന് ഒരു നാശം സംഭവിക്കുമ്പോഴും അവരെഴുതി വച്ചിരിക്കുക. മുൻപ് ഷൂമാക്കർ ലെവി എന്ന പേരിൽ ഒരു ധൂമകേതു ഭൂമിയുമായി കൂട്ടിയിടിക്കത്തക്കവണ്ണം വന്നിട്ട് ഒഴിഞ്ഞു പോയതുപോലെ അതുപോലെയുള്ള ഏതോ ഒരു വാൽനക്ഷത്രം വന്ന് സൂര്യനുമായി കൂട്ടിയിടിക്കും പോലും. അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ലോക അന്ത്യം കുറിക്കുമെന്ന് അവർ വെളിപ്പിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം
8-9 വാക്യങ്ങളിൽ പറയുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ആ 2012 ഉണ്ടാകുമെന്ന് ഈ മേയൻസ് എഴുതി വച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. 4-മത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അതെ, മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അധികാരം സൂര്യന് കിട്ടി. ഈ സംഭവം 2012 നടക്കുമെന്ന് അവരെഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സംഭവം എപ്പോഴാണ് നടക്കുക? ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം പീഡാകാലത്തിന് 2-ാം പകുതിയിൽ 2-ാം 3.5 വർഷത്തിൽ നടക്കും. 7 വർഷ പീഡാകാലത്തിൻ്റെ 2-ാം 3.5 വർഷം നടക്കുന്നതായ സംഭവങ്ങൾ അതുപോലെയുള്ളത് 2012 നടക്കുമെന്ന് അവർ എഴുതി വച്ചിരിക്കുന്നത് വാസ്തവമായി വന്നാൽ, വാസ്തവം എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിനു മുൻപ് നടക്കേണ്ടതല്ലേ? അത് എത്രയും വേഗം സംഭവിക്കുകയില്ലേ? ഇനി അതിന് എത്ര നാൾ? ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വേറെയുണ്ട്. സുമേറിയക്കാരെന്ന് പേരുള്ള അതിപുരാതന ഒരു ജനമുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തോട് ചേർന്നുള്ളവരാണ്. അവരുടെ കയ്യെഴുത്ത് പ്രതികളിൽ കണ്ടെത്തിയിരിക്കുന്നതായി വിവരങ്ങൾ നാം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ക്രിസ്തുവിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവർക്ക് സൗരയൂഥത്തെക്കുറിച്ചുള്ളതായ അറിവ് എങ്ങനെയോ കിട്ടിപ്പോലും. അവരുടെ അറിവിനെക്കുറിച്ച് ശാസ്ത്രം അമ്പരക്കുന്നു. അതായത് വോയേജർ എന്ന പേരുള്ള ഒരു ബഹിരാകാശ വാഹനം അമേരിക്ക അയച്ചു, പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുവാൻ വേണ്ടി. അത് ഓരോരോ ഗ്രഹങ്ങളും താണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പോകുമ്പോൾ യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോ എടുത്ത് ഭൂമികളിലേക്ക് അയച്ചു. അപ്പോഴാണ് ആ ഗ്രഹങ്ങളുടെ നിറം എന്താണെന്ന ഫോട്ടോയിലൂടെ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് 89 മനസ്സിലായത്. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ നിറം എന്താണെന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇവരെഴുതി വെച്ചു. എങ്ങനെയെന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പിടിയുമില്ല. കൂടാതെ അവർ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. അവരുടെ കണ്ടുപിടുത്ത പ്രകാരം ഇന്ന് നാം കാണുന്ന സൂര്യൻ ഉൾപ്പെടുന്ന സൗരയൂഥം കൂടാതെ വലിയൊരു സൗരയൂഥമുണ്ട് പോലും. ആ സൗരയൂഥത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിൽ 6-മത്തെ ഗ്രഹം വാസയോഗ്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നാം അറിയുന്ന പോലെ ഭൂമി മാത്രമാണ് വാസയോഗ്യമാണെന്നാണ് ഇതുവരെയും മനസ്സിലാക്കിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലോ ചൊവ്വയിലോ വസിക്കാൻ കഴിയുമോ എന്ന ഗവേഷണം നടത്തുന്നതേ ഉള്ളൂ. അവരെഴുതി വച്ചിരിക്കുന്നു ഈ 2-ാം സൗരയൂഥത്തിൻ്റെ 6-ാം ഗ്രഹം അത് വാസയോഗ്യമാണ്. പക്ഷെ അവിടെ വസിക്കുന്നത് അതേ അന്നനാഗി എന്ന് പേരുള്ള ഒരു കൂട്ടം രാക്ഷസന്മാർ അല്ലെങ്കിൽ ദേവന്മാരാണ് പോലും. ഈ ദേവന്മാർ വസിക്കുന്ന ഭൂമിയാണെന്ന് ചിലപ്പോൾ വേദോത്സവ പ്രകാരം അതിനോട് ചിലപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വീണുപോയ ദൂതന്മാർ പാർപ്പിച്ചിരിക്കുന്ന ഗ്രഹത്തിലാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെയാകാം, ഇങ്ങനെ അല്ലാതെയുമാകാം. ഏതായാലും ലോകത്തിൽ പലയിടത്തും വെളിപ്പെട്ടിട്ടുള്ള പറക്കും തളിക ലോകത്തിലെമ്പാടും അനേകരും കണ്ടിട്ടുണ്ട്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോലെ ഇതിന് സാക്ഷിയാണ്. എന്തോ ഒരു ബഹിരാകാശ വാഹനം പോലെ ഉള്ളത് അവിടെ ഇവിടെയായി വെളിപ്പെട്ടു. പക്ഷേ മനുഷ്യർക്കത് എന്താണെന്ന് പിടികൊടുക്കാതെ അത് അപ്രത്യക്ഷമായി പോലും. ഒരുപക്ഷെ ഈ 6-ാം ഗ്രഹത്തിൽ ഇവരെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ അന്യഗ്രഹ ജീവികളാണോ പറക്കം തെളിയായി വന്നു പോകുന്നത് എന്നറിയുന്നില്ല. ഏതായാലും ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അധികമായി നാം നോക്കുമ്പോൾ ഈ 2-ാം സൗരയൂഥത്തിലെ 7-ാമതൊരു ഗ്രഹമുണ്ട് പോലും. അതിനവർ നിബറു എന്ന് പേരിട്ടിരിക്കുന്നു. ഈ ഗ്രഹം ഭ്രമണം ചെയ്ത് വരുമ്പോൾ അത് ഈ സൗരയൂഥത്തിനകത്തൂടെ കയറിപ്പോകും.
ആ അകത്തൂടെ കയറി പോകുമ്പോൾ ഈ മേൻസ് പറഞ്ഞ 2012 എന്നുള്ള വർഷം തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ മാത്രമല്ല, മേൻസ് തന്നെ 2012 എന്ന് പറഞ്ഞെന്നുള്ളതെങ്കിലും ഈ സുമേറിയൻസ് തീയതി വരെ പറഞ്ഞിട്ടുണ്ട് 2012 ഡിസംബർ 21 എന്ന്. ഇത് വെറും കെട്ടുകഥയായി നമുക്ക് തള്ളിക്കളയാൻ വരട്ടെ. ഇതിനെ ശാസ്ത്രം, ഇതെല്ലാവരും എങ്ങനെയാ, എന്ത് കേട്ടാലും ശാസ്ത്രം എന്ന് പറയുന്നു. ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞാൽ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടോ? എക്കാലവും വേദപുസ്തകത്തിലെ ഓരോ സത്യങ്ങളും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെളിയിക്കപ്പെടാതുണ്ടെങ്കിൽ തെളിയിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ബൈബിൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യമാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് ഈ പുരാതന ജാതികൾ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ശാസ്ത്രം അതിനെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാസ ഈ വാർത്തയെ സ്ഥിരീകരിച്ചിരിക്കുക. അമേരിക്കയിൽ ബഹിരാകാശ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നാസ. പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംയുക്ത സംഘടനയാണെന്ന് വേണമെങ്കിൽ പറയാം. അവരിതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവരെന്താണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? 2007 ജൂലൈയിൽ ഈ ഗ്രഹം ഈ ഭൂമിക്ക് സമയം കൂടെ കടന്നുപോയി. പക്ഷേ ഭൂമിയെ മുട്ടിയില്ല, അപകടം വരുത്തിയില്ല. എന്നാൽ അതിന് വീണ്ടും വരും. 2001 മേയിൽ ഈ ഗ്രഹം വരുന്നത് ലോകത്തിൽ നിന്ന് എവിടെ നിന്നും കാണത്തക്കവണ്ണമായിരിക്കും പോലും. അതായത് സൂര്യനെ പോലെ ജ്വലിക്കുന്നതും ഒരു ചന്ദ്രനോളം വലുപ്പമുള്ളതായ ഈ ഗ്രഹത്തിൻ്റെ വരവ് ലോകത്തിൽ എവിടെ നോക്കിയാണ് കാണത്തക്ക വിധത്തിലായിരിക്കും. ഭൂമിയേക്കാൾ 1500 ഇരട്ടി വലുപ്പമുള്ളതാണ് ഈ വരുന്നതായ ഗ്രഹം. അത് ഭൂമിക്ക് സമീപവിടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? പാട്രിക് ഗെറിൻ എന്നൊരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ ആ ദിവസത്തിൽ ഈ ഭൂമി തിരിഞ്ഞു കറങ്ങും. ഈ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത കൂടും. അങ്ങനെ വേഗത കൂടുന്നതിനാൽ പകൽ 1/3 സമയം കുറയുമെന്നാണ്. ഇന്ന് 12 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 1/3 കുറയും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ 1/3 വെളിച്ചം കുറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കണം. വെളിപ്പാട് 8:12. 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3 ചന്ദ്രനിൽ 1/3 നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. 1/3 രാവിലും പകലിനും. രാത്രി എന്ന് പറയുമ്പോൾ വെളിച്ചം അത് ചന്ദ്രൻ്റെ വെളിച്ചമാണ്. പകല് സൂര്യൻ്റെ വെളിച്ചം 1/3 കുറഞ്ഞുവെന്നാണ്. അപ്പോൾ ഈ ഭൂമിയേക്കാൾ 1500 മടങ്ങ് വലുപ്പമുള്ള ഈ ഗ്രഹം ഈ സൗരയൂഥത്തിൻ്റെ ഭ്രമണപഥത്തിനകത്തൂടെ പോകുമ്പോൾ അത് ഭൂമിയെ അതിശക്തമായി ബാധിക്കും. വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ ഉത്തര ദക്ഷിണ ദിക്കുകൾ തന്നെ അന്യോന്യം മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ഭയങ്കരം. വീണ്ടും പ്രകൃതിവാതകങ്ങളും മൂലകങ്ങളും പുറത്തു വരുന്നതിലൂടെ പട്ടിണി മൂലവും മറ്റുമായി പിന്നെയും ശേഷിക്കുന്ന 1/3 നശിച്ചതിന് ശേഷം ശേഷിക്കുന്നവരിൽ പിന്നെയും 1/3 6 മാസത്തിനകം തുടച്ചു മാറ്റപ്പെടും. ഇതൊക്കെ സുമേറിയൻസ് എഴുതി വെച്ചു. ശാസ്ത്രജ്ഞന്മാർ പോലും ഇന്നത് സമ്മതിക്കുകയാണ്. നാസ, CIA ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. വത്തിക്കാൻ അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുൻകരുതലൊന്നും തുടങ്ങിയിട്ടില്ല. മുഴു ലോകത്തെയും ഭ്രമിപ്പിക്കണ്ട എന്ന് കരുതി ഇതത്ര പരസ്യമായ ഒരു പ്രചരണം കൊടുത്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം തിരുവനന്തപുരത്തിൻ്റെ നിവൃത്തിയാണ്. ലൂക്കോസിൻ്റെ വിശേഷം 21-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് അനുഭവപ്പെടുക. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂമിക്ക് എന്ത് ഭവിക്കുമെന്ന് നോക്കി പാർത്തും കൊണ്ട് ജനങ്ങൾ നിർജീവന്മാരാകും. അതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ
പറയപ്പെട്ടതായ തീയതി തന്നെ സംഭവിക്കുമോ? ഈ 2012 അത് ഡിസംബർ മാസം 21-ാം തീയതി ഈ പറയപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമോ? ഒരുപക്ഷെ ആ തീയതിയിൽ സംഭവിക്കാതെയും ഇരിക്കാം. കാരണം ഏത് കാര്യത്തിനും ലോകത്തിൽ മുൻകാലങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഒഴിഞ്ഞു പോകാം. ഒഴിഞ്ഞു പോകുന്നതിന് ലൂക്കോസ് 21:36 പറയുന്നത് പോലെ കർത്താവ് എന്താണ് പറഞ്ഞത്? ഈ സംഭവിപ്പാനുള്ളതൊക്കെയും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യത്വത്തിന് മുമ്പിൽ നിൽക്കുവാനും പ്രാപ്തനാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. ലോകത്തിനെമ്പാടും ഒരു കൂട്ടം ദൈവജനം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. മുഴു ലോകത്തിന് സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകം നശിക്കാനല്ല. ഇന്ന് ചില ആളുകൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഈ ദുഷ്ടന്മാരെല്ലാം അങ്ങ് ഒടുങ്ങിപ്പോകണേ എന്നാണ്. എന്നാൽ ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. ദൈവമേ, ദുഷ്ടൻ കുറെ ദീർഘായുസ്സോടിരിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കുക എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ദുഷ്ടൻ ഇപ്പോൾ മരിച്ചാൽ നരകതി പോകും, എന്നേക്കുമായോ നഷ്ടപ്പെട്ടു. എന്നാൽ അവന് കുറെ ദീർഘായുസ് കൊടുത്താൽ നാളത്തെ അനുഭവങ്ങളാലോ മറ്റന്നാളത്തെ അനുഭവങ്ങളാലോ 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിയുന്നുള്ള സംഭവത്താലോ അവനൊരു മാനസാന്തരം വന്നാലോ അവൻ ദൈവരാജ്യത്തിൽ കാണപ്പെടും. അപ്പോൾ ദുഷ്ടൻ നശിക്കാനല്ല ദൈവജനത്തിന് പ്രാർത്ഥന. ഈ കാര്യം ദൈവത്തിൻ്റെ നിലപാട് അങ്ങനെയാണ്. യെഹെസ്കേൽ പറയുന്നു, ദുഷ്ടൻ്റെ മരണത്തിലല്ല എനിക്ക് പ്രസാദമുള്ളത്, അവൻ മനംതരം ജീവിക്കുന്നതില്ല. അതുകൊണ്ട് ലോകമെമ്പാടുള്ളതായ ദൈവജനം മുഴുലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഭൂകമ്പങ്ങൾ ഒഴിഞ്ഞു പോകണമേ, ദേശീയ ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകണമേ, കൂട്ടമരണം ഒഴിഞ്ഞു പോകണമേ, ജനങ്ങൾക്കെല്ലാം മാനസാന്തരം കൊടുക്കുമാറാകണമേ, മുഴു ഭൂമിയെയും മുഴു ജനതയെയും ബാധിക്കുന്നതായ സംഭവങ്ങൾ ഒഴിഞ്ഞു പോകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാൽ ഈ പറയപ്പെട്ടതായ സംഭവങ്ങൾ ഈ തീയതിയിൽ നടക്കാതെ ഒഴിഞ്ഞു പോയേക്കാം. എന്നാൽ ഒഴിഞ്ഞു പോകാതെയും ഇരിക്കാം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം വായിച്ചു കേട്ടത്. 1 തെസ്സലോനിക്കർ 5:3 അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും, തെറ്റി ഒഴിയാവതല്ല. പലപ്പോഴും തെറ്റി ഒഴിയുവാൻ ദൈവം കരുണ കാണിച്ചേക്കാം. സംഭവങ്ങൾ ഒഴിഞ്ഞു പോകുവാനായി ജനത്തിന് പ്രാർത്ഥന സ്വീകരിച്ച് ദൈവം അനുവദിച്ചേക്കാം. എങ്കിലും തെറ്റി ഒഴിയാത്ത ഒരു നാൾ വരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ സംഭവങ്ങൾ ഈ തീയതികളിൽ ഈ രീതിയിൽ തന്നെ സംഭവിക്കും എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ താമസിക്കാതെ നമ്മുടെ യേശു വരികയും വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. ആരാണ് മാറ്റപ്പെടുന്നത്? ഒരുങ്ങിയിരിക്കുന്നവർ മാറ്റപ്പെടും. നാം എങ്ങനെ ഇരിക്കുന്നു? സ്തോത്രം. ലോക ആകാശ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി പാർത്തുകൊണ്ട് ജനം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയും ലോക സംഭവങ്ങളെയും താരതമ്യം ചെയ്ത് പഠിക്കുന്നവർക്ക് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് വന്ന് ബോധ്യപ്പെടുമ്പോൾ നാം ഏറ്റവും വേഗം വെളിപ്പെടാൻ പോകുന്ന നമ്മുടെ അരുമനാഥന്റെ വരവിനായി എടുക്കപ്പെടുവാനായി ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുങ്ങാം. ആകാശത്തിൻ ശക്തി ഇളകുന്നതാൾ ഭൂമിനെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൾ ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പിടിച്ചു നിർജീവരായിടും നീ ഒരുങ്ങിയിടാം. ജനം പിടിച്ചു നിർജീവരായിടും നീ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതി താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതി താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറും നീ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറും നീ ഒരുങ്ങിയിടാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ സഹോദരന്മാരെ,
ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ഇവിടെ കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരും എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇരുളിലുള്ളവരല്ല. കർത്താവിന്റെ നാൾ കള്ളനെ പോലെ വരുന്നത് ആർക്കാണ്? അപ്രതീക്ഷിതമായി അത് നടക്കുന്നതായ സംഭവം ആർക്കാണ് കള്ളനെ പോലെ അനുഭവപ്പെടുക? ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക്. എന്നാൽ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാൻ, നിങ്ങൾ ഇരുളിനുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളത്രേ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വരവ്, ആ വരവിന്റെ നാൾ, അത് കള്ളനെ പോലെ അനുഭവപ്പെടുന്ന ഇരുളിൽ ഇരിക്കുന്നവരാണോ നാം, അതോ നാം വെളിച്ചത്തിന്റെ മക്കളാണോ? ഇന്ന് ലോകം അക്ഷരികമായി തന്നെ ഇരുളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഗുരുതരമായ ഒന്ന് ഊർജ പ്രതിസന്ധി. പ്രത്യേകിച്ച് എണ്ണ നിക്ഷേപമാണ് ഇന്ന് ലോകത്തെ നിർത്തിയിരിക്കുന്നത്. എണ്ണ നിക്ഷേപമാണ് ലോകത്തിലെ സാമ്പത്തിക നിലവാരത്തെ നിയന്ത്രിക്കുന്നത്. എണ്ണ നിക്ഷേപം ഉള്ളവരാണ്, അവരുടെ കൺട്രോളിലാണ് ലോകത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഈ എണ്ണ നിക്ഷേപം തന്നെ പ്രതിസന്ധിയിലേക്ക്. ഉദാഹരണമായി പറഞ്ഞാൽ, ഓരോ നൂറ്റാണ്ടിനപ്പുറം വരെയും എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ കുവൈറ്റും ഇറാഖും മാത്രമേ ഉള്ളൂ. UAE-യിൽ 90 വർഷത്തേക്കേ ഉള്ളൂ. ഇറാനിലെ എണ്ണ നിക്ഷേപം 86 വർഷത്തേക്ക്, സൗദി 70, ഖത്തർ 62, ഒമാന് 21 വർഷത്തേക്കുള്ള എണ്ണ നിക്ഷേപമേ ഉള്ളൂ. ഇതിനെ ലോകത്തിൽ ശരാശരിയായിട്ടെടുത്താൽ, ലോകത്തിൽ ശരാശരി ഈ എണ്ണ നിക്ഷേപം കേവലം 42 വർഷത്തേക്ക് മാത്രം. ഇതുകൊണ്ടാണ് ലോക നേതാക്കന്മാർ പരിഭ്രമിക്കുന്നത്. ഈ എണ്ണ നിക്ഷേപം തീരുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകും? ഇന്ത്യ തന്നെ എടുത്താൽ ഒരു ദിവസം 27,22,000 ബാരൽ എണ്ണ ഇവിടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇന്ത്യയിലെ എണ്ണ നിക്ഷേപം കേവലം 7 വർഷത്തിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത്. അടുത്ത കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ആണവ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അതിനെക്കുറിച്ച് പലവിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും എതിർപ്പുകളും പ്രശ്നങ്ങളും നിങ്ങൾക്കെല്ലാം പത്രദ്വാര അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടും വിദേശത്തു നിന്ന് നമുക്ക് ആണവ സഹായം ചെയ്യുന്നതിന് നമുക്ക് ദഹിക്കാത്ത പല ഉടമ്പടികളും നിബന്ധനകളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വഴങ്ങിയതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. എന്നിട്ടും ഒരു ഇന്ത്യയുടെ ഭരണം തന്നെ കൈവിട്ടു പോകുന്ന നിലയിൽ വന്നിട്ടും എന്തുകൊണ്ട് ഉടമ്പടി ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ വേറെ നിവൃത്തിയില്ല. ഊർജ പ്രതിസന്ധി എത്ര ഭയങ്കരമാണ്! ഈ ആണവ ഇതിലൂടെ ഈ ഊർജ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഇതേ അവസ്ഥ ദൈവത്തിന് സഭയ്ക്കും വന്നിരിക്കുന്നു. സഭയിൽ ഒരു ഊർജ പ്രതിസന്ധി. ഇന്ന് പണ്ടത്തെ പോലെ കാത്തിരിപ്പ് യോഗത്തിന് ആളുകളുണ്ടോ? പണ്ടെപ്പോലെ ആത്മനിറവിൻ്റെ സമയം നീണ്ടുപോകുന്നുണ്ടോ? എല്ലാം നാടൻ ഭാഷ ഒരു തട്ടിക്കൂട്ടൽ, അത്രയേ ഉള്ളൂ. മുൻപങ്ങനെയല്ല. ആത്മാവിൽ നിറഞ്ഞാൽ സമയം എത്ര കിട്ടിയാലും മതി വരികയില്ല. കാരണം എന്താ? ആ ഊർജ നിക്ഷേപം, എണ്ണ അത് ശേഖരിച്ചു വയ്ക്കുകയാണ്. അത് വേണ്ടുവോളം ഇന്ധനം ടാങ്കിൽ നിറയ്ക്കുകയാണ്. എത്ര നിറച്ചാലും പോരാ എന്നുള്ള നില. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞു. ആരാധനയിൽ, യോഗങ്ങളിൽ ആത്മനിറവിൻ്റെ സമയം കുറഞ്ഞു വരുന്നു. ഇനി ആത്മനിറവിന് വേണ്ടി മാത്രമായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു മീറ്റിംഗാണ് കാത്തിരിപ്പ് യോഗം. അത് തന്നെയും ക്ഷമിക്കണം, ഒരു പാട്ട് കച്ചേരി ആയിട്ടോ, ചിലപ്പോൾ അതും ഒരു വേദപഠന ക്ലാസ് ആയിട്ടോ ഒക്കെ മാറിപ്പോകുന്ന ഗതികേട്. കാരണം ദൈവസഭയ്ക്ക് ഒരു ഊർജ പ്രതിസന്ധി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എൻ്റെയും ജീവിതത്തിൽ നാം എത്രത്തോളം ദൈവിക ഊർജം സംഭരിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നാം സംഭരിക്കുന്നുവോ? കർത്താവിന് വരെ അടുത്തിരിക്കുന്നുവെന്നും കർത്താവിന് വരെ എടുക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ സാധ്യമല്ലെന്നും നല്ല ബോധ്യമുള്ളതായ നാം ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാനും
ദൈവകൃപ നമ്മളിൽ വർദ്ധിക്കുവാനും എത്രമാത്രം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ജനത്തെ നിറയ്ക്കുവാൻ സഭാ നടത്തിപ്പുകാർ പെടാപാടുപെടുകയും അടവുകൾ 18 പതിറ്റേണ്ടി വരുന്ന ഗതികേടിലാണ്. ഒരാൾ ആത്മനിർവ്വം നടത്തിയിട്ട് ജനങ്ങൾ ആത്മാവ് നിറയത്തില്ല. അപ്പോൾ ശുശ്രൂഷകൻ പറഞ്ഞു, പാപം ചെയ്തവർക്കൊന്നും ആത്മാവ് നിറയാൻ പറ്റത്തില്ല, പാപം ചെയ്യാത്തവർക്ക് ആത്മാവ് നിറയാൻ പറ്റും. ശരി, പാപം ചെയ്യാത്തവരെല്ലാം ആത്മാവ് നിറഞ്ഞാട്ടെ, പാപമുള്ള ചെയ്യാത്തവരെയും ചെയ്യുന്നവരെയും ഇപ്പം മനസ്സിലാക്കാം, എല്ലാവരും ആത്മാവ് നിറഞ്ഞാട്ടെ. അയ്യോ, കയ്യടിയോ അന്യഭാഷയോ ഇല്ലാത്ത ഭാഷയോ എല്ലാമായി അതുവരെ. കാരണം ഞാൻ ആത്മാവിൽ നിറയാതിരുന്നാലേ ഞാൻ പാപം ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്ന് പാസ്റ്റർ കണ്ടുപിടിക്കത്തില്ലേ. അതുകൊണ്ട് തലയൊക്കെ എങ്ങനെയൊക്കെ കുലുക്കുകയോ കയ്യൊക്കെ അടിക്കുകയോ എന്തൊക്കെയോ പറയുകയോ ചെയ്തു. എന്താ അന്യഭാഷ പറയാൻ കാണുന്നില്ലല്ലോ, ഇല്ലാത്തവിടെന്നാ പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞു കാണും. പാസ്റ്റർ 2 ഭാഷ പറഞ്ഞതും ആവാം, ഏതായാലും എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ നിറഞ്ഞു, കാരണം ആ അടവങ്ങ് പറ്റി. വേറൊരു പാസ്റ്റർ എടുത്തത് എങ്ങനെല്ലാം പാട്ടുകൾ മാറി മാറി പാടി ആത്മാവ് നിറയുന്നില്ല. അപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യന് ലഗ്യോൻ ബാധിച്ചു. യേശു ലഗ്യോനെ പുറത്താക്കി. ലഗ്യോൻ നേരെ പോയി 2000 പന്നികളിലേക്ക് കയറി, പന്നിയെല്ലാം കൂടെ കടും തൂക്കത്തോടെ കടലിലേക്ക് ചാടി ചത്തുപോയി. ഇവിടെ ഇരിക്കുന്ന ആത്മാവിൽ നിറയുന്നതായ ദൈവമക്കൾ നിന്ന് ലഗ്യോൻ പുറത്തോട്ട് പോകും. എന്നിട്ട് ആത്മാവ് നിറയാത്തവരിൽ എല്ലാം കയറും. ബാക്കി പറയണ്ടല്ലോ. പിന്നെ അവരെന്തോ ഒരു എരിപുരി അന്യഭാഷയാരെന്നറിയാമോ? കാരണം ലഗ്യോൻ കയറുമല്ലോ എന്ന് പേടിച്ച് മറന്നുപോയ ഭാഷ എവിടുന്നോ തപ്പിയെടുത്തൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ പറയാൻ കാരണം, ആത്മാവിൽ നിറയിക്കുവാൻ സഭാ ശുശ്രൂഷകൾ ബന്ധപ്പെടേണ്ട ഒരു കാലഘട്ടം. എൻ്റെ പ്രിയ കേൾവിക്കാരായ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സഭ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു ദൈവിക ഊർജ ദൗർലഭ്യത്തിലൂടെ, ക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളും ഞാനും ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതിന് ആവശ്യമായ ദൈവശക്തിയാവോളം സംഭരിക്കേണ്ട ഒരു സമയമാണ്. ആത്മാവിന് ശക്തിയിൽ എത്ര നിറഞ്ഞാലും മതി വരാത്തതുപോലെ നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടതാണ്. നമ്മുടെ മറ്റു പരിപാടികളൊക്കെ വളരെ കുറയട്ടെ, പാട്ടിൻ്റെ എണ്ണം കുറയട്ടെ, 3ഉം 4ഉം ഭാഷയിൽ പാടാതെ ഒരു ഭാഷയിൽ പാടിയാലും മതി. 10ഉം 12ഉം 15 പേര് സാക്ഷി പറഞ്ഞ്, സാക്ഷിയല്ല യാത്രാ വിവരണവും പുരാണവും അങ്ങനെ ആട്ടെ, അങ്ങനെയും ഇതൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ട് അതൊക്കെ കുറെ കുറയ്ക്കാം. നമുക്ക് ഏറിയ പങ്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ സഭ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിന് ശക്തിയും നിറയപ്പെട്ട്, കർത്താവിൻ്റെ വരവിങ്കൽ എനിക്ക് എങ്ങനെയെങ്കിലും എടുക്കപ്പെടണമെന്നുള്ള ആ തീവ്രമായ വാഞ്ചയോടുകൂടെ കാണപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. മുഴുഭൂമിയും ഒരു ഇരുളിലേക്ക് നീങ്ങുകയാണ്. നാം ഇരുളിലുള്ളവരായിരിക്കരുത്, വെളിച്ചത്തിലുള്ളവരായിരിക്കണം. കേരളം അത് ഇരുളിലേക്ക് നീങ്ങുക. ഇരുട്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് അധാർമികതയുടെ അന്ധകാരം ഈ കേരളത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. അധാർമികത, അസാൻമാർഗികമായ ജീവിതം, ആ ഇരുള് പ്രായഭേദമന്യേ, വിഭാഗഭേദമന്യേ, മുഖപക്ഷമന്യേ എല്ലാവരെയും പിടിമുറുക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മലയാള പത്രങ്ങളിൽ മാത്രം ദിനം പ്രതി നടക്കുന്ന എത്ര അധമമായ കാര്യങ്ങളാണ് വെളിയിൽ വരുന്നത്. നാം ചിന്തിക്കണം, ഇനി കർത്താവ് വരുവാൻ അധികം താമസിക്കുകയില്ല. ഈ ഇരുട്ട് മനുഷ്യരെ പിടിമുറുക്കുമ്പോൾ അത് ഇത് വെളിച്ചമായവൻ വരാറായി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ തന്നെയാണ് 104 സങ്കീർത്തനം 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വരികയും കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. വായിക്കണം 104:20. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു,
കാട്ടുമൃഗങ്ങൾ. അക്ഷരീയമായി പറഞ്ഞിരിക്കുന്നു, ഇന്ന് തീവ്രവാദികൾ, ഭീകരന്മാർ, അക്രമികൾ, ഗുണ്ടകൾ, പിടിച്ചുപറിക്കാർ, മോഷ്ടാക്കൾ, ഇവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ച് വരികയാണ്. കേരളത്തെ ഇരുട്ട് പിടിമുറുക്കുകയാണ്. കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിക്കും അറിയാം. ലോകത്തിലേത് കാര്യം നടക്കുന്നതിനും അത് ആ ഒരു കൊട്ടേഷൻ കൊടുത്താൽ മതി, അവരത് ചെയ്തുകൊള്ളുമെന്നാണ്. ഇന്നെവിടെയും വെട്ടും കുത്തും നടത്തുവാൻ, കൊലപാതകം നടത്തുവാൻ, വാഹനങ്ങൾ പിടിച്ചെടുക്കുവാൻ, ഇഷ്ടമില്ലാത്തവരെ നിഗ്രഹിക്കുവാൻ, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾക്കും ഒരു കൊട്ടേഷൻ കൊടുത്താൽ മതി, ആളുകൾ ചെയ്യുവാൻ തയ്യാറാണ്. അടുത്ത കാലത്ത് ഇതിനൊക്കെ റേറ്റുണ്ട് പോലും. കൊട്ടേഷൻ കൊടുക്കുന്നതായ ഒരു റേറ്റ് പത്രത്തിൽ വന്നത്, വിരട്ടുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും 15,000 രൂപ റേറ്റ്, കൈകാല തല്ലി ഓടിക്കാൻ 50,000 രൂപ, കൈവെട്ടാൻ 75,000 രൂപ, കാല് വെട്ടാൻ 1,00,000 രൂപ. ഇനി കയ്യും കാലും കൂടെ ഒന്നിച്ച് വെട്ടണമെങ്കിൽ 2,00,000 രൂപ. ആളെ തട്ടിക്കളയാനാണെങ്കിൽ ആളുനിറ നോക്കി 5,00,000 മുതൽ മുകളിലോട്ടാണ്. അതിര് തർക്കം, കട, വീട് ഒഴിപ്പിക്കൽ, വാഹന റിക്കവറി, ഇത് ആ കാര്യത്തിന് 20,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കും. ഈ സംസ്ഥാനം ഇങ്ങനെയുള്ള അക്രമ സംഘങ്ങളുടെ, കാട്ടുമൃഗങ്ങളുടെ പിടിയിൽ അമരുകയാണ്. എന്ന് മനസ്സിലാക്കണം. അന്ധകാര ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുമ്പോൾ യേശു വെളിപ്പെടാറായി. ദൈവത്തിന് സ്തോത്രം. 74 സങ്കീർത്തനം 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സങ്കീർത്തനക്കാരൻ വിലപിക്കുകയാണ്, യഹോവേ, നീ നിന്റെ കുറുപ്രാവിനെ കാട്ട് മൃഗങ്ങൾക്ക് ഏൽപ്പിക്കരുതേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. അതിനർത്ഥം എന്താണ്? കുറുപ്രാവ് ദൈവത്തിന് ജനത്തെ കാണിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരും പരിശുദ്ധത്തിൽ ജീവിക്കുന്നവരും കർത്തൃവരവരായി കാത്തിരിക്കുന്നതുമായ ദൈവത്തിന്റെ തിരുസഭ, അവരാണ് കുറുപ്രാവ്. തന്റെ വരവിന് വേണ്ടി കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വൃതന്മാർ. അവരെ കാട്ടുമൃഗത്തിന് ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അവർ താമസമിനാ ഇവിടുന്ന് പറന്നു പോകും. ഇവിടെ കാട്ടുമൃഗങ്ങളെ പോലെ, ദുഷ്ടമൃഗങ്ങളെ പോലെ അന്ധകാരത്തിന് തേർവാഴ്ച നടത്തിക്കൊണ്ട് അക്രമികൾ ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ സഭയാകുന്ന കുറുപ്രാവ് ഇവിടുന്ന് രക്ഷപ്പെടാറായി എന്ന് മനസ്സിലാക്കണം. നമുക്കൊരേ ഒരു അഭയസ്ഥാനമേ ഉള്ളൂ, അതാണ് ക്രിസ്തുവായ പാറയിങ്കൽ. ഒരു കൽപ്പിത കഥ കേൾക്കണോ? ഒരിക്കൽ ഒരു പ്രാവ് കാക്കയോടും മറ്റു പക്ഷികളോടും വന്ന് വളരെ സങ്കടം ഉണർത്തിച്ചു പോലും. എനിക്ക് അതെ, എവിടെ പോയാലും സുരക്ഷിതത്വമില്ല, എവിടെ ചെന്നാലും എനിക്ക് ജീവന് ഭീഷണിയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ വളരെ ഉയരത്തിൽ പറക്കണം, ഉയരത്തിൽ. അപ്പോൾ പറഞ്ഞു, ഒരു രക്ഷയില്ല, അവിടെ അല്പം ഉയരത്തിൽ പരുന്തും വളരെ ഉയർത്തി ചെന്നാൽ അവിടെ രക്ഷയില്ല, കഴുകനും എന്നെ കൊത്തി തിന്നാൻ അവിടെ വട്ടമിട്ട് പറക്കുകയാണ്. അങ്ങനെയാണോ? എന്നാൽ ഒരു കാര്യം ചെയ്ത് നഗരത്തിലേക്ക് ചെല്ല, അവിടെ ഒട്ടും ചെയ്യാൻ വയ്യ, പക്ഷിവേട്ടക്കാർ കാത്തിരിക്കുകയാണ്. ശരി, എന്നാൽ നിങ്ങൾ പറഞ്ഞു തരാം, നീ വനത്തിലേക്ക് എന്ന പാറക്കെട്ടുകൾ അഭയം പ്രാപിക്കുക, പാറയുടെ വിള്ളലുകളിൽ അഭയം പ്രാപിക്കുക. അപ്പോൾ ആ പ്രാവ് പോയി പാറയുടെ പിളർപ്പിൽ അഭയം പ്രാപിച്ചു. ഒരു പ്രാവിന് കിടക്കാവുന്ന ചെറിയ പിളർപ്പിലൂടെ പരുന്തും കഴുകൻ പോലുള്ള പക്ഷികൾക്ക് കടന്ന് ഉപദ്രവിപ്പാൻ സാധ്യമല്ല. അതേ പാറയുടെ പിളർപ്പാണ് ഈ കുറുപ്രാവിന് സുരക്ഷിത സ്ഥാനമായി തീർന്നത്. ഇതുപോലെ ലോകത്തിൽ വിശുദ്ധ ജനത്തിൻ്റെ സുരക്ഷിതത്വം നിത്യതയിൽ മാത്രമാണ്. അതുകൊണ്ട് തൻ്റെ കുറുപ്രാവിനെ പോലെ ആത്മാവിൽ ഞരങ്ങി കാത്തിരിക്കുന്ന തൻ്റെ ജനത്തെ ചേർക്കുവാനായി
യേശു വരാറായി, അവരെ നിത്യത്തിലേക്ക് മാറ്റാറായി എന്നുള്ളത് ഈ ലോകത്തിൻ്റെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം തിരുവെഴുത്തിൽ വായിച്ചതുപോലെ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിന് നാൾ വരുന്നുവല്ലോ. കള്ളൻ രാത്രി വരുന്നത് പോലെ കർത്താവിന് നാളായിത്തീരുന്നത് ഇരുട്ടിലിരിക്കുന്നവർക്കാണ്. നാം ഇരുളിലാണോ, നാം വെളിച്ചത്തിന് മക്കളാണോ? നമുക്കൊരു സ്വയശോധന ചെയ്യാം. തിരുവെഴുത്ത് ഇരുട്ടിലിരിക്കുന്നവരാരാണ്, വെളിച്ചത്തിരിക്കുന്നവരാരാണെന്ന് വ്യക്തമായി വേർതിരിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നിലുള്ള അല്പസമയം വചനത്തിന് വെളിച്ചത്തിൽ നാം എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവചനത്തിന് വെളിച്ചത്തിൽ നാം നമ്മളെ തന്നെ വിവേചിക്കുമ്പോൾ ഇപ്പോൾ നാം ഇരുളിലിരിക്കുന്നെങ്കിൽ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലൂടെ വെളിച്ചത്തിലേക്ക് മാറ്റപ്പെടാൻ കഴിയും. ഈ അപ്പോസ്തലപ്രവർത്തനം 26-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമായി പറയുന്നു. വായിക്കണം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും. മതി. പൗലോസ് തൻ്റെ വിളിയുടെ ലക്ഷ്യം പറയുകയാണ്. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കൊണ്ടുവരുവാനും അവരുടെ കണ്ണുകളെ തുറക്കുവാനും. അങ്ങനെയെങ്കിൽ ആരാണ് അവര്? തൻ്റെ സ്വജനമായ യഹൂദന്മാർ. അവരായിരിക്കുന്ന ഇരുട്ടെന്താണ്? അതാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ്. പൗലോസ് അത് പറഞ്ഞിട്ടുണ്ട്, പത്രോസ് അത് പറഞ്ഞിട്ടുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ്. ഒരിക്കൽ പൗലോസ് അങ്ങനെ ആയിരുന്നു. അന്ന് ശൗൽ എന്നവൻ അറിയപ്പെട്ടിരുന്നു. അവൻ ഈ ഇരുട്ടിലിരിക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് വിടിവിക്കപ്പെട്ടു. എന്തായിരുന്നു അവൻ്റെ അവസ്ഥ? അവൻ്റെ പാരമ്പര്യ മതമായ യഹൂദമതമാണ് ശരി, അതിൻ്റെ ആചാരം അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും പാരമ്പര്യങ്ങളുമാണ് ശരി. ക്രിസ്തുവിൻ്റെ മാർഗവും വിശ്വാസമാർഗവും അതിൻ്റെ ചതുർത്ഥിയായിരുന്നു. അവൻ ക്രൈസ്തവ മാർഗത്തെ അതേ തകർത്ത് തുടച്ചു മാറ്റുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഒടുവിൽ ദൈവം അവനെ സന്ദർശിച്ചു. അവൻ്റെ കണ്ണിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അവനെ കണ്ണ് തുറന്നു. അത് ഒരു പുതിയ ബന്ധാവിലേക്കായിരുന്നു. അവന് മനസ്സിലായി, ഇതുപര്യന്തം ഞാൻ ഇരുളിൽ കഴിയുകയായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാൻ 3 ദിവസത്തേക്ക് ദൈവം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കളഞ്ഞു. ഏറെക്കുറെ 3 ദിവസത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിലൂടെ ഏകദേശം 40 വർഷങ്ങൾ ഞാൻ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പാകുന്ന ആ ഇരുട്ടിൽ കഴിയുകയായിരുന്നു. എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, എൻ്റെ കണ്ണുകൾ ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിലേക്കാണ്. ആകയാൽ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൻ്റെ ഇരുളിൽ ആയിരിക്കുന്നുണ്ടോ? ദൈവരാജ്യത്ത് പോകുവാൻ ക്രിസ്തുവിനെ കൂടാതെ എന്ന അവസ്ഥയിൽ ആരെങ്കിലും രാത്രി കാണപ്പെടുന്നുണ്ടോ? ഇന്ന് ദൈവരാജ്യത്തിലേക്ക് ഏക വഴി ക്രിസ്തുവാണ് എന്ന് വിശ്വസിപ്പാൻ കഴിയാതെ ഒരുപാട് മധ്യസ്ഥന്മാരും ഒരുപാട് വഴികളിലും ആശ്രയിക്കുന്ന നിലയിൽ അനേകരും പാരമ്പര്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ കൂടാതെ നിത്യത്തിലേക്ക് പ്രവേശനമില്ല. അവനാണ് വെളിച്ചം, ഞാൻ ലോകത്തിന് വെളിച്ചം എന്ന് യേശു പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുൾ നടക്കുകയില്ല എന്ന് അവൻ പ്രഖ്യാപിച്ചു. അതേ, ക്രിസ്തു മൂലമുള്ള രക്ഷയിലേക്ക് വരണം. അപ്പോൾ നീ ഇരുളിൽ നിന്ന് മാറ്റപ്പെട്ടു. മാത്രമല്ല, ഈ വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിൽ നടക്കുവാൻ തുടങ്ങുകയായി. പൗലോസിന്റെ കണ്ടു തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമാണ് എന്താണ് ചെയ്തത്? ജലസ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് പൂർണ്ണനായി തീർന്നു. ഈ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നവർ ജലസ്നാനം, മുഴുകൽ സ്നാനം, ശരിയായ സ്നാനം സ്വീകരിക്കുന്നു. ഇതുവരെയും മാനസാന്തരപ്പെട്ട ശേഷമുള്ള ശരിയായ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ ഇരുളിൽ കഴിയുകയാണ്. ഇന്ന് തീരുമാനിച്ച് ശരിയായ സ്നാനമേറ്റ് വെളിച്ചത്തിന് മകനായിക്കൊള്ളുക. യേശു വരാറായി. കാത്തിരുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, വേർപെട്ട് ജീവിക്കുക, അപ്പോസ്തലയോ കൂട്ടായ്മ കണ്ടുപിടിക്കുക, അപ്പോസ്തലന്മാരെ കണ്ടുമുട്ടുക, അപ്പോസ്തല ഉപദേശം കേൾക്കുക മാത്രമല്ല ആ വചനപ്രകാരം ജീവിക്കുക.
അവിടെയാണ് നാം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ദൈവത്തിന് സ്തോത്രം. നാം വെളിച്ചത്തിലായിത്തീർന്നു എന്നുള്ളത് ആ അപ്പോസ്തല ഉപദേശത്തിലൂടെ നടക്കുന്നതിലൂടെയാണ് വെളിപ്പെടുന്നത്. ഈ രാത്രിയിൽ ഇരുളിനുള്ളവരോ യേശു വരാറായി. പാരമ്പര്യത്തിൻ്റെയും ആ വ്യർത്ഥമായ നടപ്പും വിട്ട് സുവിശേഷ സത്യങ്ങളിലേക്കും അപ്പോസ്തല ഉപദേശത്തിൻ്റെ ആ വെളിച്ചത്തിലേക്കും കടന്നു വരിക ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കൊലോസ് ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഇരുട്ടിനെ അധികാരം വിടുവിക്കപ്പെട്ട് വെളിച്ചത്തുള്ള വിശുദ്ധന്മാരോടുകൂടെ ഒരു അവകാശത്തിലേക്ക് നാം കടന്നു വരും. ഇരുളിലുള്ളവർക്ക് വേണ്ടിയല്ല യേശു വരുന്നത്, വെളിച്ചത്തിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി ഇരുള് പാപജീവിതത്തെ കാണിക്കുകയാണ്. പാപജീവിതം റോമാക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12 മുതൽ 14 വാക്യങ്ങളിൽ ആ പാപജീവിതം എന്താണെന്ന് അല്പം വിശദീകരിച്ചിരിക്കുന്നു. റോമർ 12 13 12 മുതൽ 14 വരെ. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളക, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. അതെല്ലാം ഇരുളിന്റെ പ്രവൃത്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഒരു പാപ ജീവിതം അത് ഇരുളിലാണ്. എഴുതിയിരിക്കുന്ന വചനങ്ങൾ വിവാഹിതർക്കും അവിവാഹിതർക്കും കൗമാരപ്രായത്തിലുള്ളവർക്കും കുട്ടികൾക്കും യൗവനക്കാർക്കും മുതിർന്നവർക്കും എല്ലാം ബാധകം. അതെ, ഒരു പരിശുദ്ധ ജീവിതത്തിൽ വന്നെങ്കിലേ നാം വെളിച്ചത്തിലാകുകയുള്ളൂ. പ്രിയരെ, യേശു വരാറായിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ വിശുദ്ധിക്കായി ഒരു ദാഹം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ അശുദ്ധിയിലും ശയനമോഹങ്ങളിലും ജഡത്തിന്റെ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിച്ചും നാം ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പലവിധമായ പാപത്തിലും അശുദ്ധിയിലും കഴിഞ്ഞ കാലങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് വരാറായിരിക്കുമ്പോൾ വിശുദ്ധിയെക്കുറിച്ചുള്ള ദാഹം ഉണ്ടാകട്ടെ. കർത്താവേ, അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് രാപകൽ നിലവിളിക്കാം. നമ്മളെ ഇനിയും മുറുകെ പറ്റുന്ന പാപത്തിന് അംശങ്ങളിൽ നിന്ന് വിടുതലിനായി നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിപ്പാൻ ദാഹിക്കുന്നത് പോലെ, കർത്താവേ, ഇന്നലത്തെക്കാൾ ഇന്ന് എന്നെ അവിടുത്തെ വിശുദ്ധിയിൽ വളർത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് വരുന്നത്. നമുക്കിവിടെ ഒരു പാട്ടുള്ളതുപോലെ, വിശുദ്ധരിൽ അതിവിശുദ്ധനായവൻ പരിശുദ്ധർക്കായി വരാൻ പോവുകയാണ്. നാം ഇന്ന് ജഡമോഹത്തിലും ശയനമോഹങ്ങളിലും ലോകത്തിന് പാപതിന്മങ്ങളിലും കഴിയുന്നെങ്കിൽ ഇരുളിലാണ് കർത്താവിൻ്റെ വരവിനെന്നാൽ നമുക്കൊരു കള്ളനെ പോലെയാകും. മറിച്ച് വിശുദ്ധിയായി ദാഹിച്ച് വിശുദ്ധിയിൽ നാം ജീവിക്കുന്നെങ്കിൽ അവൻ വരുമ്പോൾ നാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ വിശേഷം 9-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശു ആ രൂപാന്തര നിലയിലായിരുന്നപ്പോൾ അവന്റെ ഉടുപ്പ് വായിച്ചാട്ടെ. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. യേശുവിന്റെ ജീവിത വിശുദ്ധിയെ കാണിക്കുന്നു. ഭൂമിയിൽ ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അത്യന്തം വെളുപ്പായി നമ്മുടെ ജീവിത വസ്ത്രം വെളുപ്പാക്കുവാൻ ലോകത്തെ അലക്കുകാരന് സാധ്യമല്ല. എന്നാൽ യേശു രക്തത്തിന് കഴിയും. നമ്മുടെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് വചനത്തിന് കഴിയും. ലോകത്തിന് മനുഷ്യനും ഒരു തത്വസംഗതിക്കും കഴിയാത്ത വിശുദ്ധിയിലേക്ക് നമ്മൾ നടത്തുവാൻ അത് ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയും. നാം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവരോട് പറയുകയാണ് പൗലോസ്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. വായിക്കണം. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അവരോട് പറയാണ്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. അവിടെ ഇരുള് എന്നുകൊണ്ട് എന്താണ് വിവക്ഷിച്ചിരിക്കുന്നത്? അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും. അതാണ് ഇരുള്. ഇന്ന് നാം ദ്രവ്യാഗ്രഹത്തിന്റെ അടിമത്തത്തിലും അത്യാഗ്രഹത്തിന്റെ അടിമത്തത്തിലും ആയിരിക്കുന്നെങ്കിൽ ഇരുളിനുള്ളവരാണ്.
ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് കല്യാണം ആലോചിക്കുമ്പോഴാണ്. വിശുദ്ധന്മാരവിടെ കണ്ടുപിടിക്കുക. അതിനു മുമ്പല്ല പാട്ടും ലോകം വേണ്ട, ഒന്നും വേണ്ട, താതനസനത്തിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളംകാലം ഉയർത്തി ആരാ ഇപ്പോഴങ്ങ് പോവോ നമ്മളാ തോന്നിപ്പോവും. പക്ഷേ മോനെ കല്യാണം ആലോചിക്കുമ്പോഴാണ് കണക്ക് പറഞ്ഞ്. ചിലർക്ക് പിന്നെ അത് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒക്കെ മേടിക്കാൻ അറിയാം, നേരെ ചോദിച്ചില്ലെങ്കിലും. ശമ്പളം മേശയുടെ മുകളിൽ കൂടെയും കിമ്പളം മേശയുടെ കീഴിൽ കൂടെയും മേടിക്കുന്ന പോലെ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വിവാഹ പരസ്യം കൊടുത്തു പത്രത്തിൽ. അതിങ്ങനെയാ, പയ്യൻ കർഷകനാണ്, 150 ഏക്കർ കൃഷിഭൂമിയുണ്ട്. അതുകൊണ്ട് ട്രാക്ടർ ഉള്ള പെൺകുട്ടികൾ ട്രാക്ടറിൻ്റെ ഫോട്ടോ സഹിതം ബന്ധപ്പെടുക. പെങ്കൊച്ചിൻ്റെ പടം ചോദിച്ചിട്ടില്ല, ട്രാക്ടറുണ്ട്. അപ്പോൾ ഇവ 150 ഏക്കർ ഭൂമി കിളച്ചും കൃഷി വെച്ചും മടുത്ത്. അപ്പോൾ നോക്കി ഒരു ട്രാക്ടർ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഭംഗിയായിട്ട് കൃഷി ചെയ്യാം. അതിനുള്ള മാർഗം എന്തുവാ? പെണ്ണ് കെട്ടുക. കെട്ടുമ്പോഴോ ട്രാക്ടറുള്ള പെണ്ണിനെ തന്നെ കെട്ടുക. അപ്പോൾ ആ നല്ല ബുദ്ധിയായി. അപ്പോൾ ട്രാക്ടറിൻ്റെ പടം കിട്ടിയാൽ മതി, പെണ്ണിൻ്റെ പടം ഫോട്ടോ വേണമെന്നില്ല. അപ്പോൾ കല്യാണം കഴിക്കുന്നത് ആരെ? പെൺകുട്ടിയല്ല, ട്രാക്ടറിനെയാണ്. എന്നതുപോലെ അതേ പ്രിയമുള്ളവരെ, അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും വിവാഹ ആലോചിക്കുമ്പോൾ സ്ത്രീധനം ചോദിച്ചു മേടിക്കുന്നത് ദ്രവ്യാഗ്രഹമാണെങ്കിൽ, ഏതാനും നാൾ കഴിയുമ്പോൾ കുറച്ചുകൂടെ മേടിച്ചുകൊണ്ടിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന അത്യാഗ്രഹവും. എല്ലാം മനസ്സിലായല്ലോ? ദൈവത്തിന് സ്തോത്രം. ഇരുളിലാണ് കർത്താവിൻ്റെ വരവിങ്കൽ അതേ കള്ളൻ രാത്രിയിലെന്ന പോലെ നമുക്കായി പോകും. നമുക്ക് ദ്രവ്യാഗ്രഹത്തെ വെടിഞ്ഞ് നമുക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാം. ആ വെളിച്ചം എന്താണ്? യോഹന്നാൻ 3:27 സ്വർഗത്തിൽ നൽകിയിട്ടല്ലാതെ ആർക്കൊന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല നാം വായിക്കുന്നു. വെളിച്ചത്തിലേക്ക് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, നിന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, ദൈവം തരാത്തൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നതാണ് വെളിച്ചം. എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവം തന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. പലിശ മേടിച്ചിട്ട് ദൈവം തന്നെന്ന് പറയാൻ പറ്റത്തില്ല. സ്ത്രീധനത്തിന് തുക കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് ദൈവം തന്നെന്ന് അറിഞ്ഞു പറയാൻ പറ്റുമോ? ശരിയായി, എൻ്റെ കരം ശുദ്ധമാണ്, ദൈവം തരാത്തൊന്നും എനിക്കില്ല, ദൈവം തരാത്തൊന്നും എനിക്കൊന്നും വേണ്ട. അതാണ് വെളിച്ചത്തിൽ. പ്രിയമുള്ളവരെ, യേശു വരുമ്പോൾ നമുക്ക് വെളിച്ചത്തിൽ കാണപ്പെടാം. 1 യോഹന്നാൻ 2:11 ഇരുള് പക. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ, പക, കയ്പ്, പ്രതികാരമുള്ളവൻ, അവൻ ഇരുളിലിരിക്കുകയാണ്. ഈ രാത്രിയിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ ആരോടെങ്കിലും ഹൃദയത്തിൽ പക ശേഷിക്കുന്നുണ്ടോ? എല്ലാവരുടെയും മുഖത്ത് നോക്കുവാൻ നാം തയ്യാറാണോ? എല്ലാവർക്കും ഒരു പ്രൈസ് ലോർഡ് കൊടുക്കാൻ നമ്മൾ ഒരുക്കമാണോ? എല്ലാവരോടും കൂടെ ചേർന്ന് ആത്മാവിൽ ആരാധിക്കുവാനും കർത്തൃമേശയിൽ പങ്കുകൊള്ളുവാനും ഒരുക്കമുള്ളവരാണോ? ഒരു വിശ്വാസിയായ വ്യക്തി, ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, ആത്മാവ് നിറയുന്നില്ല. ഞാൻ ഭാര്യാസോട് ചോദിച്ചു, ഇത് അഭിഷേകം പ്രാപിച്ചില്ലേ? അയ്യോ, പ്രാപിച്ചതാണോ എന്ന്. ഞാൻ ആത്മാവ് നിറയുന്നില്ലല്ലോ. അതെ, ഇന്നാരടുത്തിരിക്കുന്നുണ്ടായിരിക്കുമെന്ന്. പേര് പറയുന്നില്ല. ഇതുപോലെ ഇഷ്ടമില്ലാത്ത ഒരാൾ അടുത്തിരുന്ന അന്യഭാഷ വരാത്ത അനുഭവം ഉണ്ടോ? എങ്കിൽ നാം ഇന്നും ഇരുളിലിരിക്കുകയാണ്. അവൻ ഇരുളിൽ നമ്മളെ പിടിപ്പാൻ ഇടവരുത്തരുത്. അനേകരുടെ ഉള്ളില് അതേ പ്രതികാരം ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ നായ കടിക്കാൻ കാത്തിരിക്കുന്നത് പോലെ. ഒരു ധരാട്ടിയായ സ്ത്രീ ഉണ്ടായിരുന്നു. കല്യാണവും കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാ ജീവിതം. അവർക്ക് പലരോടും പ്രയാസവും ഇതൊക്കെ ഉണ്ടായിരുന്നു.
ഒരിക്കൽ അവരെ നായ കടിച്ചു. നായാണ് ആദ്യം ഉണ്ടായിരുന്ന കൂട്ട്. നായ കടിച്ചു. ഒടുവിൽ പേ ഇളകും എന്ന നിലയിലായി. ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, പേ ഇളകാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാം ക്രമീകരണം ചെയ്യുന്നോ? ഉടനെ അവർ വക്കീലിനെ വിളിച്ചു വരുത്തി. പിന്നെ വക്കീൽ പറഞ്ഞു, നിങ്ങളൊരു വിൽപ്പത്രം എഴുതി വെക്കുന്നത് നല്ലതാണ്. ആരുമില്ലല്ലോ, അപ്പം നിങ്ങളുടെ ഈ വസ്തുവൊക്കെ ആർക്ക് പോകും? നിങ്ങൾക്ക് ഏറ്റവും ദൂരെയുള്ളതായ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം പേ ഇളകിയാൽ പിന്നെ ആൾ എത്തുപോയെങ്കിലോ. ശരി, അവർ മുറിക്കകത്തോട്ട് കയറി കസേരയും വരച്ചിട്ടിരുന്ന പേനയും പേപ്പറും എടുത്തങ്ങ് എഴുതാൻ തുടങ്ങി. വിൽപ്പത്രം എഴുതുക. എഴുതി ഒരുപാട് സമയമായി വക്കീൽ നോക്കിയിരിക്കുക. പുള്ളിക്കാരത്ത് പുറത്ത് വരുന്നില്ല. അപ്പോൾ പേ ഇളകി മരിച്ചുപോയാൽ സ്വത്ത് ആർക്കാണ് എന്താ വിൽപ്പത്രം എഴുതാനാ പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കുക, കാണുന്നില്ല. അപ്പോൾ വക്കീൽ ചോദിച്ചു, അയ്യോ ഇത്രയും നേരം ഒരു വിൽപ്പത്രം എഴുതാനോ? വിൽപ്പത്രമോ? എനിക്ക് പേ ഇളകിയാൽ കടിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. ഇന്നും അവസരം കിട്ടിയാൽ ഒന്ന് കടിക്കാൻ കാത്തിരിക്കുന്ന പകയും കയ്പും വിദ്വേഷവും പ്രതികാരം ഉള്ളത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നാം ഇരുളിലാണ്. അതിന് പകരം നാം വെളിച്ചത്തിൽ വരണമെങ്കിൽ ക്ഷമിക്കണം. തിന്മ ചെയ്തവരും ദോഷം ചെയ്തവരും ഉപദ്രവിച്ചവരും ചതിച്ചവരും പാറവച്ചവരും കുതികാല് വെട്ടിയവരും ഒക്കെ കാണുമായിരിക്കാം. എല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നാം എല്ലാവരും യേശുവിനെ പോലെ ക്ഷമിച്ചൊരു വിശുദ്ധനെ കാണുന്നു, സ്തെഫാനോസ്. അവൻ്റെ പ്രസംഗത്തെ ആളുകൾ എതിർത്തു. പല്ല് കടിച്ചുകൊണ്ട് ചെന്നു, കല്ലുകെടുത്തുകൊണ്ട് ചെന്നു, എറിഞ്ഞു വീഴ്ത്തിക്കൊന്നു. കല്ലേറി കൊണ്ട് താഴെ വീട് ജീവൻ പോകും മുമ്പേ പറഞ്ഞു, ഇവരുടെ കുറ്റം അവരോട് കണക്കിടരുതേ എന്ന് പറഞ്ഞു. അവൻ അവരോട് ക്ഷമിച്ചിട്ട് മരിച്ചു. എന്നാൽ അതിൻ്റെ 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ അവരവരുടെ നേരെ ക്രുദ്ധിച്ച് ചെല്ലുമ്പോൾ അവൻ ആത്മാവിൽ നിറഞ്ഞവനായി വിളിച്ചു പറയണം, ഇതാ ഞാൻ ദൈവത്തിന് മഹത്വം കാണുന്നു, ദൈവത്തിന് തേജസ്സ് കാണുന്നു. കാരണം ക്ഷമിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ളിലാണ്. ആരും ക്ഷമിക്കാതെയും പകയും കയ്പും എല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു മര്യാദയ്ക്ക് പെന്തക്കോസ്ത് മാസികയിൽ ഇന്ന വീട്ടിൽ ഇന്നാര് മഹത്വത്തിൽ പ്രവേശിച്ചു എന്ന് എഴുതും. പക്ഷെ പ്രവേശിച്ചത് ഇരുളിലോട്ടായിരിക്കുകയും ചെയ്യും. മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്തെഫാനോസിനെ പോലെ എന്നെ കല്ലെറിഞ്ഞവരോടും എന്നെ കൊല്ലുന്നവരോട് എനിക്ക് വിരോധമില്ല എന്ന് പറയത്തക്കോണം ഇവിടെ ഹൃദയം കർത്താവിൻ്റെ ക്ഷമയാൽ നിറയപ്പെടണം. നമുക്ക് ചിന്തിക്കാം, നാം ഇന്ന് ഇരുളിലോ അതോ വെളിച്ചത്തിലോ? മത്തായി 22:13 അവനെ ഏറ്റവും പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും ബലികടിയും ഉണ്ടാകും. ഈ കരച്ചിലും ബലികടിയും ഇരുട്ടുള്ളവരുടെ ലക്ഷണമാണ്. പിറുപിറുപ്പ്, പരാതി. സ്തോത്രം. നമ്മളെ ഇത് ബാധിച്ചിരിക്കുന്നെങ്കിൽ നാം ഇരുളില്ല. ഒരു പരാതിയില്ല എന്ന് പറയാൻ എത്ര പേരുണ്ട്? എനിക്കൊന്നിനെക്കുറിച്ചും പരാതിയില്ല. പ്രസംഗത്തിന് നേരത്തെ നിർത്തിയാലും പരാതിയില്ല, നീണ്ടുപോയാലും പരാതിയില്ല, അല്ലേ? പ്രൈസറോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു പരാതിയില്ല എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? അവർ മാത്രമേ വെളിച്ചത്തിലുള്ളൂ. ചിലർക്ക് കുടുംബത്തിലുള്ളവരെ കുറിച്ചെല്ലാം പരാതിയാണ്. ഭർത്താവിനെ കുറിച്ച് പരാതി, എവിടെല്ലാവാജ് എന്ന് പറയുന്നു. ഭാര്യയെക്കുറിച്ച് പരാതി, മക്കളെക്കുറിച്ച് പരാതി, അപ്പനമ്മയെക്കുറിച്ച് പരാതി, അമ്മായിമ്മ നാത്തുവിനെ കുറിച്ച് പരാതിയുടെ പ്രളയം. ഇപ്പൊ വന്നതായ മൂപ്പനെ കുറിച്ച് സർവത്ര പരാതി, മദറിനെ കുറിച്ച് ആകെ പറഞ്ഞു മടുത്തു. സെൻട്രൽ പാസ്റ്ററെ കുറിച്ചാണെന്ന് വരികിൽ അയ്യോ അതിനേക്കാളും പരാതി. ചീഫ് പാസ്റ്റർമാരുടെ കുടുംബത്തിലായാലും സഭയിലായാലും ഓഫീസിലായാലും പ്രവർത്തന മേഖലയിലായിരുന്നാലും പരാതിയുടെ അടിമയ്ക്ക് ജീവിക്കുന്നവർ. നിങ്ങളും ഞാനും അങ്ങനെയായിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ ഇരുളില്ല. കാരണം എനിക്ക് എപ്പോഴും കരച്ചിലും പല്ലുകടിയാണ്, എപ്പോഴും കരച്ചിലും പല്ലുകടിയാണ്. പ്രിയമുള്ളവരെ, നാം വെളിച്ചത്തിലായി തീരണമെങ്കിൽ നമ്മൾ എല്ലാറ്റിനും നന്ദിയുള്ളവരും നമ്മൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കണം. അങ്ങനെയല്ലേ കൊലോസ്യ ലേഖനം, എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്? എല്ലാവരും എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിപ്പീൻ.
ഇങ്ങനെ നന്ദിയുള്ളവരായി വിരിപ്പീൻ. എല്ലാറ്റിനും നന്ദി. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും നന്ദി. കർത്താവ് ഏത് പാതി നടത്തിയാലും, ഭർത്താവിൻ്റെ സ്വഭാവമോ ഭാര്യയുടെ സ്വഭാവമോ മക്കളുടെ സ്വഭാവമോ വിശ്വാസികളുടെ പെരുമാറ്റങ്ങളോ ദൈവസഭ അന്തരീക്ഷങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ നന്ദി, എല്ലാ നന്മകൾക്കായിട്ട് നന്ദി. ഇങ്ങനൊരു ഭർത്താവിനെ തന്നതിനാൽ അങ്ങേക്ക് സ്തോത്രം. ചില കാര്യങ്ങളൊക്കെ എനിക്ക് ദുഃഖം വേദന ഉണ്ടെന്ന് വരികയും വിധവമാരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. എന്നെ ഇതുവരെ വിധവയാക്കി തീർക്കാത്തതിനാൽ അങ്ങേക്ക് നന്ദി. കർത്താവിൻ്റെ ഭാര്യയുടെ ചില സ്വഭാവങ്ങൾ എനിക്കത് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. എങ്കിലും വിഭാര്യരായ എത്രയോ ആളുകൾ ഇന്നും എൻ്റെ ചുറ്റുപാടുമുണ്ട്. എനിക്ക് ബലഹീനതയുള്ളവളെങ്കിലും ഒരു ഭാര്യ തന്നിരിക്കുന്നതിനാൽ നന്ദി. മക്കൾക്കായി ഇന്നും അതേ സന്താനലബ്ധിയില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മക്കൾക്കായി നന്ദി, സ്തോത്രം. സമയം പോരാ, എല്ലാറ്റിനും നന്ദി പറയുമ്പോൾ നമ്മൾ വെളിച്ചത്തിലാണ്. യോഹന്നാൻ 8:12 യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ വെളിച്ചത്തിൽ നടന്നുകൊള്ളുവീൻ, വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 15ാമത് വാക്യം, നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു. സാഹചര്യം, ഒരു പാവനിയായ സ്ത്രീയെ പാവത്തെ പിടിച്ച് പരീക്ഷന്മാരും എല്ലാവരും കൊണ്ട് കൊണ്ടുവന്ന് ഇപ്പം ഇവിടെ കർത്താവ് കൊല്ലാൻ വിധിക്കുന്നു വിചാരിച്ചു, കല്ലെറിയാൻ വിധിച്ചു. എനിക്കറിയാണ് പ്രമാണം പറയുന്നത്. ഇവിടെ യേശു പറഞ്ഞു, പാവം ചെയ്യാത്ത ഒരു പാവം ചെയ്യാത്തുണ്ടെങ്കിൽ ആദ്യം കല്ലെറിയട്ടെ, പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ട് കല്ലെറിയാം. മാറുന്നില്ലേ? അവസാനം ഒരു പാവം ചെയ്യാത്തവരുമില്ല, 10 കുറയാതെയും 100 കുറയാതെയും പാപം ചെയ്യാത്തവരാരുമില്ല. എല്ലാവരും അവൻ്റെ വഴിക്ക് പോയി. യേശു പിന്നെ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്ന് വായിച്ചേ, അതിൻ്റെ 12ാമത്തെ വാക്ക് 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ. ചുരുക്കമായി പറഞ്ഞാൽ, നാം മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റം പറയുകയും താഴ്ത്തിക്കെട്ടുകയും അപവാദം പറയുകയും ചെയ്യുമ്പോൾ ഇരുളിലാണ്. മറ്റൊരാളെ വിധിപ്പാൻ നമ്മൾ യോഗ്യരല്ല. നമ്മുടെ എല്ലാം വിചാരം എൻ്റെ തെറ്റുകളെല്ലാം വളരെ ചെറുതും മറ്റുള്ളവരെല്ലാം വളരെ വലുതും. അവരെ ശിക്ഷിക്കപ്പെടാൻ യോഗ്യരാണ്, സാക്ഷി കൊടുക്കപ്പെടാൻ യോഗ്യരാണ്, തിരുവഴുത്താൻ മാറ്റിയിരുത്താൻ യോഗ്യരാണ്. അവരുടെ വീട്ടിൽ സുവിശേഷക്കാർക്ക് ആരും കുത്താൻ പോലും പാടില്ല, ഇന്നാരോട് പാശ്ചാത്യം മിണ്ടാൻ പാടില്ല. പക്ഷെ ഞാൻ അധികം പറയുന്നില്ല. നാം മറ്റുള്ളവരെ കുറ്റം പറയും വിധിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇരുളിലാണ്. മറിച്ച് ഫിലിപ്പിയർ 2:3 വായിക്കുന്നത് പോലെ ഓരോരുത്തർ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണിക്കുവീൻ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവെ മുഴുതാഴ്മയോടുകൂടെ ദിവസത്തിൽ നമുക്ക് പറയാൻ കഴിയണം, കർത്താവെ എൻ്റെ സഭയിലെ എല്ലാവരിൻ്റെക്കാൾ ശ്രേഷ്ഠരാണല്ലോ. ഞാൻ ഓരോ കാര്യങ്ങളും നന്മയായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാനാണ് ഈ സഭയിലുള്ളിൽ ഏറ്റവും എളിയ ഒരു വ്യക്തി. എല്ലാവരും എന്നെക്കാൾ ശ്രേഷ്ഠനാണ്, ആ വിശ്വാസത്തിനേക്കാൾ ശ്രേഷ്ഠനാണ്, എൻ്റെ ശുശ്രൂഷകർ ശ്രേഷ്ഠനാണ്. അങ്ങനെ നാം പറയുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്നു. സ്തോത്രം. 107 സങ്കീർത്തനം 10 വാക്യത്തിൽ, കുറ്റം സമ്മതിക്കാതെയും പാവം ഏറ്റുപറയാതിരിക്കുമ്പോൾ നാം ഇരുളിലാണ് വസിക്കുന്നത്. കുറ്റം സമ്മതിക്കാതിരിക്കുമ്പോൾ, നമ്മൾ പാവങ്ങളെ മറച്ചു വെച്ചിരിക്കുമ്പോൾ, ദൈവത്തോടും മനുഷ്യരോടും തുറന്ന് സമ്മതിക്കുമ്പോഴേ വെളിച്ചത്തിൽ വരികയുള്ളൂ. ചില വിചാരം, ആരും അറിഞ്ഞിട്ടില്ലല്ലോ, എന്തിനാ ഇതെല്ലാം സാക്ഷി പറയാൻ പോകുന്നേ? ശുദ്ധീകരണ യോഗവും തിരുവത്താഴി സൂക്ഷിച്ച് വെച്ചാലും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, കർത്താവ് നല്ല മനസ്സാക്ഷി തന്നിരിക്കുന്നു എന്ന് പറയേ. ഞാനിപ്പോൾ എല്ലാം ഏറ്റു പറഞ്ഞാൽ ആരും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞെന്നെ അറിയാൻ പോകുന്നേ. ഒരു ബോട്ട് കമ്പനിയിൽ ജോലിയുള്ളൊരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, ഉത്തമ ക്രിസ്ത്യാനിയാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന ചെമ്പാണി പുള്ളി അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകും, വിറ്റ് കാശ് മേടിക്കും. കുറേ നാളിങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥനുണ്ട്, അനേരുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രസംഗം കേട്ടപ്പോൾ പുള്ളിക്കൊരു മാനസാന്തരം ഉണ്ടായി. ഞാനിത് ചെയ്യുന്ന തെറ്റാണ്, അപ്പോൾ ഞാനത് ഓണറോട് പറഞ്ഞാൽ എൻ്റെ ഇതുവരെ എന്നെക്കുറിച്ച് മതിപ്പ് പോകത്തില്ലേ? എന്നെ നല്ല ക്രിസ്ത്യാനിയാക്കി വെച്ചിരിക്കുകയല്ലേ, ഞാൻ ഇവിടെ ഉള്ളിലേക്കും വിശ്വസ്തൻ. അപ്പം ഞാൻ പറഞ്ഞാൽ അമ്പടാ കള്ള, ഇതുവരെ നീതായിരുന്നോ പണി, നിന്നെ ഇങ്ങനെയല്ല വിചാരിച്ചു ഇന്ന് പറയുമല്ലോ. അപ്പോൾ ഉള്ള മതിപ്പ് ദൈവത്തോട് മാത്രം പറഞ്ഞാൽ പോരെ, ഞാനിങ്ങനെ മനുഷ്യരോടും കൂടെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ളതായ മതിപ്പ് പോകുമോ? ഉത്തമ ക്രിസ്ത്യാനി എന്നുള്ള പേര് പോകുമോ? എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏതായാലും പറയാം. ഒരു ദിവസം ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര വർഷങ്ങളായി ഇവിടുന്ന് ചെമ്പ് ആടി മോഷ്ടിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദൈവവചനം കേട്ടപ്പോൾ മാനസാന്തരം ഉണ്ടായി. ഞാൻ
സമ്മതിക്കുകയാണ്, എന്നെ ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു, ഇപ്പോഴാണ് നീ ഒരു സത്യക്രിസ്ത്യാനിയായെന്ന്. നമ്മുടെ വിചാരം നമ്മൾ പറഞ്ഞാൽ വല്ലവർക്ക് എന്തോ തോന്നുമുള്ള മതിപ്പ് പോകും. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ. നമ്മളിലുള്ളതായ കയ്യിരിപ്പം മിക്കവാറും ഉള്ളവർക്കറിയാം. പിന്നെ നമ്മളിതൊന്നും തുറന്ന് സമ്മതിക്കാതെ നടക്കുമ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ നല്ലതാണ്, അത് തുറന്നേറ്റു പറഞ്ഞാൽ മതിപ്പ് പോകുമോ? അങ്ങനല്ല, തുറന്നേറ്റു പറയുമ്പോൾ മതിപ്പ് വർദ്ധിക്കുകയാണ്. ഇത്രയും കാലഘട്ടങ്ങളിൽ ആ പോരായ്മ ആ സഹോദരൻ ഉണ്ടായിരുന്നിട്ടും ഇത് തുറന്ന് സമ്മതിക്കാൻ സന്നദ്ധനായല്ലോ, അതേ മതിപ്പ് വർദ്ധിക്കുകയുള്ളൂ. നാം വെളിച്ചത്തിലേക്ക് വരികയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ. പാപത്തെ നാം ഏറ്റുപറയാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 32-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നാം അതേ പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുമ്പോൾ രോഗികളുമായി തീർന്നേക്കാം. എന്നാൽ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, വെളിച്ചം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു, നിന്നുമേലോ യഹോവയുടെ തേജസ്സ് ഉദിക്കും. മലാക്കി 4:2 എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നവേ നീതി സൂര്യൻ രോഗശാന്തിയോടുകൂടി ഉദിക്കും. നാം നമ്മുടെ കുറ്റങ്ങളെയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ നാം ഇരുന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രോഗത്തിന് സൗഖ്യം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി യെശയ്യാ പ്രവചനം 8-22 വാക്യത്തിൽ അവരെ ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അഥവാ കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെടുന്നവരാണ് ഇരുളിൽ ഉള്ളവര്. അതേസമയം കൊലോസ്യലേഖനം 3:4 അതേ നാം വായിക്കുന്നത്, വായിച്ചാട്ടെ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അവരാണ് വെളിച്ചത്തിലുള്ളവർ. ഇനി നമ്മുടെ വേദവസ്തു ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് മുഴങ്കാലിൽ നിന്ന് ഇരുന്നിട്ട് നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് അവൻ കള്ളൻ രാത്രിയിലെന്ന പോലെ വരുമ്പോൾ ഇരുളിലുള്ളവർക്കാണ് അവൻ്റെ നാൾ കള്ളനെ പോലെയായിത്തീരുന്നത്. നാം ഇന്ന് ഇരുളിലായിരിക്കുന്നുവോ നമ്മളെ തന്നെ പരിശോധിക്കാം. അതോ നാം വെളിച്ചത്തിന് മക്കളാണോ? വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം സത്യമനുസരിച്ച് അപ്പോസ്തല ഉപദേശപ്രകാരം ജീവിപ്പാൻ സമർപ്പിക്കുക, ക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുക, ശരിയായ സ്നാനമേൽക്കുക, കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ. പാപജീവിതത്തോട് വിട പറഞ്ഞ, എല്ലാ ശുദ്ധിയുടെ വഴികളോട് വിട പറഞ്ഞ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹിക്കാം. ദ്രവ്യാഗ്രഹത്തെ അത്യാഗ്രഹത്തെ നമുക്ക് വിട്ടുകളയാം. ദൈവമേ, നീ തരുന്നതല്ലാതെ സ്വർഗത്തിൽ തരുന്നതല്ലാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറയാം. എന്റെ കേൾവിക്കാരെങ്കിലും പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിക്കുന്നെങ്കിൽ ഇരുട്ടിനുള്ളവരാണ്. കർത്താവിനെ എടുക്കപ്പെടാൻ കഴിയുകയില്ല. ആ നാൾ ഇരുട്ടിലെന്ന പോലെ നിന്നെ പിടിക്കും. നിർത്തൂ. ദൈവം തരുന്ന പണമല്ല, ദൈവം തരുന്ന നന്മയല്ല. അങ്ങനെ അന്യായമായ സമ്പാദ്യങ്ങൾ എല്ലാം വേണ്ടെന്ന് പറയുക. ഇതെല്ലാം കെട്ടിപ്പിടിച്ച് നാം ഇവിടെ കിടക്കുകയും വിശുദ്ധന്മാർ എടുക്കുകയും ചെയ്താൽ എത്ര ഭയങ്കരമായിരിക്കും. വെളിച്ചത്തിലേക്ക് വരാം. പകയും കയ്പും പ്രതികാരവും ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. അതിന് നാളെ ഒരു സമയം വേണ്ട, ഒരു ഉപവാസ പ്രാർത്ഥന വേണ്ട. ഇപ്പോൾ തന്നെ ഇരിക്കുന്നവരിപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുൻപിൽ നമുക്ക് ആരോടെങ്കിലും പകയോ കയ്പോ നമ്മൾ അരുതാത്ത പെരുമാറുമുണ്ട്, ഇപ്പൊ തന്നെ ക്ഷമിച്ച് കളയാം. പറ, കർത്താവേ, ഞാൻ ആ സഹോദരനോട് ക്ഷമിക്കുന്നു, ഞാൻ ആ സഹോദരിയോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഓ എനിക്ക് ക്ഷമയുടെ ഹൃദയം തരണമേ, എന്നെ വെളിച്ചത്തിലാക്കി തീർക്കണമേ. ക്ഷമിച്ചുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ച പാസ്റ്റിനെ പോലെ ഞാൻ വെളിച്ചത്തിലെ മഹത്വത്തിൽ പ്രവേശിപ്പാൻ ഒരുക്കണമേ. ആ പരാതി പറച്ചിലും പിറുപിറുപ്പും എല്ലാം നിർത്തിവെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയാൻ നമുക്ക് പഠിക്കാം. നമ്മൾ നല്ലവരാണെന്ന് ഉള്ളതായ വിചാരത്തിൽ മറ്റുള്ളൊരു വിധിക്ക് കുറ്റം പറയുന്ന സ്വഭാവത്തെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ എല്ലാവരെക്കാൾ എളിയവൻ, കർത്താവേ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എല്ലാവരിനേക്കാൾ ശ്രേഷ്ഠരെന്ന് ഏറ്റുപറയുവീൻ. ഓ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവീൻ. ഹല്ലേലൂയ. ഏതെങ്കിലും പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയേണ്ട ദൈവത്തോടും മനുഷ്യരോട് സമ്മതിക്കണം, മനുഷ്യരോട് സമ്മതിക്കാതിരിക്കുന്നെങ്കിൽ ഇരുളിൽ കഴിയുന്നു. നമുക്ക് തീരുമാനിക്കാം, ദൈവത്തോടുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റുപറയാം. മനുഷ്യരോട് പറയേണ്ടത് അവരെ കാണുമ്പോൾ പറഞ്ഞാട്ടെ. നമുക്ക് വെളിച്ചത്തിലേക്ക് വരാം.
നമ്മുടെ കർത്താവ് വരാറായി. കൈവിടപ്പെടുന്നവർ കൂട്ടത്തിലല്ല, എടുക്കപ്പെടുന്ന ഒരു കൂട്ടത്തിലായി തീരുവാനായി നമ്മളെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഓ നാൾ കടിപോലെയായി തീരാതിരിപ്പാൻ നമുക്ക് വെളിച്ചത്തിലായി തീരാം. ഇരുളിനോട് യാത്ര പറയാം. വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങാം. കള്ളൻ രാത്രി എന്ന പോലെ കർത്താവ് നാൾ വരുന്നറിയുന്നുവല്ലോ. ആകയാൽ ആ നാൾ നമുക്ക് മഹത്വ നാളായി, തേജസ്സിൽ വെളിപ്പെടുന്ന നാളായി, നമ്മുടെ ജീവനായി പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൽ വെളിപ്പെടുന്ന നാളായി നമുക്ക് അത് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവാനുള്ള ദിനം കണി പോലെ വന്നിടാൻ ഇരുട്ടിന്റെ സന്തതി അല്ലല്ലോ നാം ഇനി. വരുവാനുള്ള ദിനം കണി പോലെ വന്നിടാൻ ഇരുട്ടിന്റെ സന്തതി അല്ലല്ലോ നാം ഇനി. പരമാർത്ഥമായുള്ള വെളിച്ചത്തിൽ താതന്റെ പരിശുദ്ധ സംഗമം സന്താനമാണു നാം. പരമാർത്ഥമായുള്ള വെളിച്ചത്തിൽ താതന്റെ പരിശുദ്ധ സംഗമം സന്താനമാണു നാം. മണവാളനെ കണ്ടു മണിയേറുമ്പോൾ പരമാനന്ദം വരും. ഉണർവോടിരിക്കുന്നു മണവാളനെ കണ്ടു മണിയേറുമ്പോൾ പരമാനന്ദം വരും. തീരുമേ വാതിലടയുമേ ഇരുളോകെ മൂടുമേ പരിതാപമേറുമേ. കാലങ്ങൾ തീരുമേ വാതിലടയുമേ ഇരുളോകെ മൂടുമേ പരിതാപമേറുമേ. പരമേശ്വരാജന് മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. പരമേശ്വരാജന് മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. പരമേശ്വരാജന്